ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതിങ്ങനെ കുമിള പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ദൈവത്ര നല്ലവനാ അല്ലേ? ദൈവത്ര വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് ഇവിടെ ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, അതിലുപരി ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. നമ്മൾക്കത് അനുഭവിക്കുവാൻ കഴിയുന്ന എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. സാമുവൽ പറഞ്ഞു, ഞാൻ എൻ്റെ ബോംബുമൊക്കെ ആയിട്ടാണ് വന്ന് നിൽക്കുന്നതെന്ന്. ഞാനതിനെ നിഷേധിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ ബോംബുമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മാത്രമല്ല, സാമുവലിൻ്റെ കയ്യിലും ബോംബറിന് ഇരിപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ വിചാരിക്കൂ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ളൂ. അല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ബോംബ് ഇരിപ്പുണ്ട്. ഇരിക്കുന്ന ഓരോരുത്തരും ബോംബ് പോട്ടാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ എല്ലാം കയ്യിൽ ബോംബ് ഇരിപ്പുണ്ട്. പക്ഷേ പൊട്ടിക്കാൻ അറിയത്തില്ല എന്നുള്ളൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം കരങ്ങളിൽ കർത്താവ് ആ ബോംബ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ ആ ബോംബിനെ കുറിച്ച് കേട്ടു. സ്തോത്രം. ആമേൻ. ആ ബോംബ് നമ്മുടെ ഇവിടെയുമായിട്ടിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബോംബ് പൊട്ടണമെങ്കിൽ ഒരു സ്പാർക്ക് വേണം അല്ലേ? ഒരു സ്പാർക്ക് വന്നാൽ മതി, ബോംബ് പൊട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരാളുടെ അകത്ത് മാത്രമല്ല, നിങ്ങളുടെ തലയിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനവും നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും ചില ഇഞ്ചുകളുടെ അകലത്തിലിരിക്കുകയാണ്. ഇത് ഒന്ന് ഒരുമിച്ച് ചേർന്ന് വന്ന് ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ ഈ ബോംബ് പൊട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും. ഇത് തമ്മിൽ അടുത്ത് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിഷേധിക്കുന്നില്ല, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, നിങ്ങളുടെ കയ്യിലും ബോംബുണ്ട്. നമ്മൾ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒന്നിച്ച് ചേരുവാനായിട്ടൊരു അവസരം കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആ ബോംബ് ഇവിടെ പൊട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടുകൂടെ നമ്മുടെ നടുവിൽ ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഭിഷിക്തന്മാർ അനേകർ നമ്മുടെ നടുവിൽ വന്ന് ശക്തിയോടുകൂടെ ദൈവത്തിൻ്റെ ദൂത് നമ്മളോട് വിളിച്ചറിയിച്ചു. വലിയ ആത്മസാന്നിധ്യം നമ്മൾ അനുഭവിച്ചു. പലരിലും ആത്മാവിൻ്റെ ശക്തി പകരപ്പെട്ടു. അഭിഷേകത്തിൻ്റെ പുതിയ മണ്ഡലങ്ങൾ വെളിപ്പെട്ടു. പലരും ദൈവത്തിൽ നിന്ന് ധാരാളം പ്രാപിച്ചു. എന്നാൽ ഇവിടെ ശുശ്രൂഷകളിലെല്ലാം മുഴങ്ങിക്കേട്ട, കഴിഞ്ഞ രാത്രി വരെയും മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക്, രണ്ട് വാക്കുകൾ, ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് വാക്കുകൾ. ഈ ദിവസങ്ങളിലെല്ലാ ദൈവവചന ശുശ്രൂഷയും വളരെ ശ്രദ്ധയോടുകൂടെ ഞാൻ വീക്ഷിക്കുകയും പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായി മുഴങ്ങിക്കേട്ട രണ്ട് വാക്കുകൾ നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ? മഹത്വം, മറ്റൊന്ന് ജ്ഞാനം. ഓക്കെ, അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ ഇവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. ഒന്ന് മഹത്വം, രണ്ട് പുത്രത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രണ്ട് വാക്കുകൾ ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകന്മാർ, അവരാരും തമ്മിൽ ഇന്നലെ എന്തോ പ്രസംഗിച്ചത് എന്നൊന്നും ചോദിച്ചിട്ടൊന്നും അല്ല ഇവിടെ വന്ന് ആരും പ്രസംഗിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഓരോ അഭിഷിക്തന്മാർക്കും നിയോഗം നൽകിയതിനനുസരിച്ച് ഇവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന, സംസാരിച്ചു കൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് പുത്രത്വം, മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് പുത്രത്വം തന്നിരിക്കുന്നു. നമ്മളെ പുത്രന്മാരും പുത്രിമാരുമാക്കി തീർത്തിരിക്കുന്നു. നമ്മൾ ഇനിമേലിൽ ദാസന്മാരല്ല, ഇനിമേലിൽ നമ്മൾ അടിമകളല്ല, ഇനി നമ്മൾ പുത്രന്മാരാണ്, പുത്രിമാരാണ്. ആമേൻ. ഹല്ലേലൂയ. മക്കളെങ്കിലോ നമ്മൾ അവകാശികളുമാണ്. പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മളിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനു മുൻപ് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല? മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതാണ്: വായിച്ചത് അറിവായി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, പക്ഷേ ആ വായിച്ചത് ഇതുവരെയും നമ്മുടെ ഉള്ളിൽ ഒരു വെളിപ്പാടായിട്ട് മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുത്രത്വം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഒരു വെളിപ്പാടായി കത്തുവാൻ തുടങ്ങണം.
പ്രൈസ് ദി ലോർഡ്. അതാണ് ജ്ഞാനത്തെക്കുറിച്ചും വെളിപ്പാടിനെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. പൗലോസ് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് ഇവിടെ കേട്ട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ആവർത്തിച്ച് കേൾക്കുവാനിടയായി തീർന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ എഫേസോസിലുള്ള വിശുദ്ധന്മാർക്ക് എന്ന് എഴുതുമ്പോൾ എഫേസോസ് എന്ന വാക്ക് ഒരു ബ്രാക്കറ്റിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റ് ഒരു ലേഖനത്തിലും ഗലാത്യയിലുള്ള എന്ന് പറയുമ്പോൾ ഗലാത്യർക്കുള്ളത്, കൊരിന്ത്യ സഭയിലുള്ള കൊരിന്ത്യർക്കുള്ളത്, അതൊന്നും ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ ഒരു വാക്ക് മാത്രം വേദപുസ്തകത്തിൽ അത് പണ്ഡിതന്മാർ ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ കാരണം ഇതാണ്. ഈ ലേഖനത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം എഫേസ്യ ലേഖനം ഒരു ചാക്രിക ലേഖനമാണ്, ഒരു സർക്കുലർ എപ്പിസലാണ്. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനം കൊരിന്തിലുള്ള സഭയ്ക്ക് വേണ്ടി മാത്രമായി പൗലോസ് എഴുതി അയച്ച ഒരു ലേഖനമാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയായിലുള്ള ദൈവമക്കൾ വായിച്ചറിയുവാൻ വേണ്ടി എഴുതി അയച്ച ഒരു ലേഖനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ, ശക്തിയോടുകൂടെ ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. ആരും ഇരുന്ന് ഉറങ്ങരുത് കേട്ടോ, ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ഗലാത്യ ലേഖനം ഗലാത്യയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി മാത്രം എഴുതി അയച്ചതാണ്. എന്നാൽ എഫേസ്യ ലേഖനം എഫേസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രം എഴുതി അയച്ചതല്ല. ഒരുപക്ഷെ എഫേസോസിലുള്ളവർക്കായിരിക്കാം ഇതാദ്യം എഴുതി അയച്ചത്. അവിടെ എഫേസോസിലുള്ള വിശുദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അത് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത് എഫേസോസിൽ ഈ ലേഖനം വായിച്ചതിന് ശേഷം തൊട്ടടുത്ത സഭയിലുള്ള വിശുദ്ധന്മാർക്ക് വായിക്കുവാൻ വേണ്ടി ഈ ലേഖനം അയച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഇത് വായിച്ചതിന് ശേഷം അടുത്ത സഭയിലേക്ക് ഈ ലേഖനം അയച്ചു കൊടുക്കണം. ആ സഭയിൽ വായിച്ചതിന് ശേഷം തൊട്ടടുത്ത സഭയിലേക്ക് ഇത് അയച്ചു കൊടുക്കണം. അങ്ങനെ ആ കാലഘട്ടത്തിൽ നിലവിലുള്ള മുഴുവൻ സഭകളിലുമുള്ള മുഴുവൻ വിശുദ്ധന്മാരും വായിച്ചറിയേണ്ടതിന് വേണ്ടി പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ ലേഖനത്തിൽ 2 പ്രാർത്ഥനകൾ ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന രണ്ടും കേവലം എഫേസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല. അന്ന് അറിയപ്പെട്ട, അന്ന് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന 1-ാം നൂറ്റാണ്ട് കൊണ്ട് അവസാനിക്കുവാനുള്ള പ്രാർത്ഥനയല്ല. ആ പ്രാർത്ഥനയ്ക്ക് ഇന്നും അതിന് റെലവൻസ് ഉണ്ട്. ഇന്നും ആ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥനയ്ക്ക് ഇന്നും പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ പൗലോസിന്റെ ആ പ്രാർത്ഥന ഇന്നും ദൈവസന്നിധിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. കൊല്ലത്തുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനം, കൊല്ലത്തുള്ള വിശുദ്ധന്മാർ അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചിട്ട് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നമ്മൾ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും തിരിച്ചറിയണമെന്ന് പൗലോസ് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനാ വാചകം ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി ഇവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. അനേക അഭിഷിക്തന്മാർ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് നൽകിയ വ്യത്യസ്തമായ വെളിപ്പാടുകൾ ദൈവജനത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പകർന്നുകൊണ്ടേയിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ആ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചിട്ട് പുത്രത്വത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമുള്ളതായ വിവിധങ്ങളായ കാര്യങ്ങൾ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്നത് അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. എന്തൊരു ശക്തിയാ? ഒന്നുറക്കെ പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ. അളവറ്റ ശക്തി എന്ന് പറഞ്ഞാൽ അളക്കുവാൻ കഴിയാത്ത ദൈവശക്തി. ലോകത്തിലെ എല്ലാ ശക്തികളും അളക്കുവാൻ കഴിയും, എന്നാൽ ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. അളവറ്റ ശക്തിയാണ്, നമുക്കാർക്കും അത് അളക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ ശക്തിയെ ഒരു പ്രത്യേക യൂണിറ്റ് കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെ മേൽ പകരപ്പെടുന്ന ദൈവശക്തി
ക്രിയയ്ക്ക് അളവുകളുണ്ട്. ആമേൻ, ആമേൻ. ഞാൻ മുമ്പ് ഇങ്ങനെ പലരോടും ഭയങ്കര വാശിയോടൊക്കെ പറയാറുണ്ടായിരുന്നു, പത്രോസിൻ്റെ മേൽ വന്ന അതേ ആത്മാവ് തന്നെയാണ് എൻ്റെ മേലും വ്യാപരിച്ചത്. ബെന്നിഹിൻ്റെ മേൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് എന്നിലും വ്യാപരിക്കുന്നത്. ബെന്നിഹിനിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് എന്നിലും വ്യാപരിക്കുന്നത്, നിങ്ങളിലും വ്യാപരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം നമുക്കും ചെയ്യാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ശരിയാ, അതിനകത്തൊരു തെറ്റുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അടുത്ത ഒരു പടി കർത്താവ് എന്നെ പഠിപ്പിച്ചത്. മോനെ, അവരുടെ മേലെ പകർന്നിരിക്കുന്ന ആത്മാവ് അത് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പത്രോസിന്റെ മേൽ വന്ന അതേ ആത്മാവ് തന്നെയാണ് എൻ്റെ മേലും വ്യാപരിക്കുന്നത്. ബെന്നിഹിനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത്. ആത്മാവിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അവരിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ അളവിന് വ്യത്യാസമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തബീഥ എന്ന് പറയുന്ന ആ പെൺകുട്ടി മരിച്ചുപോയി, ആ സ്ത്രീ മരിച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു തബീഥയെ. തബീഥ മരിച്ചുപോയി. സ്തോത്രം. ഈ സമയത്ത് പത്രോസ് യോപ്പയിലുണ്ട്. പുള്ളിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ വന്ന് അവിടെ താമസിക്കുക. സ്തോത്രം. അപ്പോൾ തബീഥ മരിച്ചുപോയപ്പോൾ അവിടെയുള്ള വിശുദ്ധന്മാരെല്ലാവരും കൂടെ പത്രോസ് യോപ്പയിലുണ്ടെന്ന് അറിവ് കിട്ടിയിട്ട് അവരങ്ങോട്ട് ആളയച്ചിട്ട് പത്രോസിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. എന്തിനു വേണ്ടിയാ? ആ തബീഥയുടെ മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട്. സ്തോത്രം. എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ഇതാ, ഈ തബീഥ മരിച്ചു കിടക്കുന്നിടത്ത് വിശുദ്ധന്മാരെല്ലാവരും ഉണ്ടല്ലോ, എന്നാ പിന്നെ ഇവർക്കങ്ങ് കൈവച്ച് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? തബീഥ അങ്ങ് ഉയർക്കത്തില്ലായിരുന്നോ? എന്തിനാ ഇവർ പത്രോസിനെ വിളിച്ചത്? പത്രോസിനെ എന്തിനാ വിളിച്ചു വരുത്തിയത്? ഹല്ലേലൂയ. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഉപവാസ പ്രാർത്ഥന നടക്കുക. ആ സമയത്ത് ഒരു വ്യക്തിയിൽ ഭൂതം അങ്ങിളകി. ഭൂതമിളകിയിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി പാസ്റ്റർമാരും അഭിഷിക്തന്മാരും ഒക്കെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ പിശാച് എന്നൊക്കെ പറഞ്ഞ് തകർക്കുക ഇവര്. 3 ദിവസമായിട്ട് എല്ലാവരും വാടി തളർന്നു. ഭൂതം പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. തകർത്തു മറിച്ച് യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നൊക്കെ പറഞ്ഞ് തകർക്കുക. ശബ്ദമെല്ലാം കീറി യേശുവിന്റെ നാമത്തിൽ പോ പോ എന്നൊക്കെ പറഞ്ഞു. ഭൂതം പോകത്തില്ല. ഭൂതം ഇളകി ആടി അങ്ങനെ തകർക്കുക. ഈ സമയത്ത് ആരോ പറഞ്ഞു, തൊട്ടടുത്ത് ഏതോ ഒരു സ്ഥലത്ത് പാസ്റ്റർ എം എ വർഗീസ് ഒരു ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരോട് അങ്ങോട്ട് ആളിനെ വിട്ടിട്ട് പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് വന്നു. പുള്ളി വന്ന് അവിടോട്ട് വന്നിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് ഇങ്ങനെയാ പാസ്റ്റർ, ഭയങ്കര പ്രശ്നമാണ്, കുറേ ദിവസമായിട്ട് ഇവിടെ കളിപ്പിക്കുകയാണ് എല്ലാവരും കൂടെ, ഭൂതം ഇവരെ എല്ലാവരും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പൊയ്ക്കോണമെന്ന് പറഞ്ഞു. അതിൻ്റെ വഴിക്ക് പോയി. ചാടിയില്ല, മറിഞ്ഞില്ല, പോ എന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോയിക്കോ. ആ നിമിഷത്തിൽ ഭൂതം ആ വ്യക്തിയിൽ നിന്നും വിട്ടുപോയി. ആമേൻ. അളവിന് വ്യത്യാസമുണ്ട്. അവിടെ ഇരുന്ന എല്ലാവരുടെ മേലും വ്യാപരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അവരിൽ പകരപ്പെട്ടിരിക്കുന്ന അളവും ആ ദൈവദാസന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അളവിനും വ്യത്യാസമുണ്ട്. എൻ്റെ മേലും ആത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ കറങ്ങി നടന്ന കാര്യമൊന്നും നടക്കത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മിലുള്ള അളവിനെ വർദ്ധിപ്പിക്കുവാൻ തയ്യാറായിക്കോ. നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അളവിനെ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ നമ്മൾ എപ്പോഴും എടുത്ത് പ്രസംഗിക്കുന്ന ഒരു വാക്യമുണ്ട്, ഒരു വേദഭാഗമുണ്ട്. സ്തോത്രം. അവിടെ ഒരു നദിയെക്കുറിച്ച് പറയുന്നു. ആ നദിയിലേക്ക് ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയാണ്. ആ നദി തെക്കോട്ടൊഴുകുന്നു. ഒരു ദൂതൻ, ഒരു പുരുഷൻ വന്ന് എൻ്റെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് ആ നദിയിൽ കൊണ്ടുവന്ന് 1000 മുഴം അളന്നു. സംഭവം നമുക്കറിയില്ല, ഞാൻ ചുരുക്കി പറയുക. 1000 മുഴം അളന്നപ്പോൾ വെള്ളം എവിടെ വരെയായി? നരിയാണിയോളമായി. അടുത്ത ഒരു 1000 മുഴവും കൂടെ അളന്നു. ഇപ്പം എവിടെ വരെയായി വെള്ളം? ഇപ്പം മുട്ടോളമായി. തീർന്നില്ല, വീണ്ടും ഒരു 1000 മുഴം അളന്നു. ഇപ്പം വെള്ളം അരയോളമായി. പിന്നെയും അടുത്ത 1000 മുഴവും കൂടെ അളന്നു കഴിഞ്ഞപ്പോൾ വെള്ളം മൂക്കിന്റെ മുകളിലെത്തി. പ്രൈസ് ദി ലോർഡ്. മൂക്കിന്റെ മുകളിലെത്തി. ഇനി നിലത്ത് നിൽക്കാൻ സാധ്യമല്ല. ഇനി നീന്തിയിട്ടല്ലാതെ മുന്നോട്ട് കടക്കുവാൻ കഴിയാത്ത വിധം ഇതങ്ങോട്ട് വർദ്ധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
എൻ്റെ ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ. നമുക്കറിയാം ഇത് ആത്മാവിനെ കുറിച്ചാണ് എന്നൊക്കെ നമുക്കറിയാം, ആത്മാവിൻ്റെ നദിയെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അളന്നിറങ്ങിയതിനനുസരിച്ച് ഈ ആത്മാവിൻ്റെ നദിയിലെ വെള്ളം പൊങ്ങി 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 വന്നതാണോ? അല്ല. അല്ലെങ്കിൽ ഞാൻ നിന്ന സ്ഥലത്ത് വെള്ളം ഇങ്ങനെ പതുക്കെ പൊങ്ങി 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 എൻ്റെ നരിയാണിയോളമെത്തി, മുട്ടോളമെത്തി, അരയോളമെത്തി, വെള്ളം ഇങ്ങനെ അങ്ങ് പൊങ്ങുക. വെള്ളം പൊങ്ങി പൊങ്ങി എനിക്കിപ്പോൾ നീന്താൻ പറ്റാത്തൊരു പരുവമായി. എങ്ങനെയാണോ? അല്ല. ഹല്ലേലൂയ. അങ്ങനെ വെള്ളം പൊങ്ങി വന്നതല്ല. ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നദി എപ്പോഴേ അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവ സന്നിധിയിൽ നിന്നും ഒഴുകുന്ന ഒരു വലിയ നദി ഇവിടെയുണ്ട്. ഇതിന്റെ നടുവിൽ ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആ നദിയുടെ ആഴങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ട്. ദൈവത്തിന്റെ നദിയുടെ ആഴങ്ങൾ നമ്മിലിപ്പോൾ പൊങ്ങി വരികയല്ല ചെയ്യുന്നത്. ഞാനും നിങ്ങളും ആ നദിയിലേക്ക് എത്രത്തോളം ഇറങ്ങുവാൻ തയ്യാറാകുന്നു, എത്രത്തോളം ഉള്ളിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാകുന്നു, അതിനനുസരിച്ച് ആ നദിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും നദിയുടെ ആഴം കൂട്ടാൻ പോകണ്ട. നദിയുടെ ആഴം അളക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. സ്തോത്രം. നദിയുടെ ആഴം അതിഭയങ്കരമായ ആഴമാണ്. നദിയുടെ ആഴം കണ്ടവരാരുമില്ല. എന്നാൽ നീ ഇന്ന് നരിയാണിയോളമുള്ള അളവിൽ നിൽക്കുന്നുവെങ്കിൽ അവിടെ വെള്ളം തെറ്റിച്ച് കളിച്ച് നിങ്ങൾക്കവിടെ നിൽക്കാം. പക്ഷേ അടുത്ത അളക്കുവാൻ തയ്യാറാകുന്നവൻ ഇറങ്ങും. അവൻ മുട്ടോളമുള്ള അളവ് വരെ എത്തും. ഹല്ലേലൂയ. നീ ആ സമയത്ത് അവനെ അളന്നുകൊണ്ട് നിൽക്കരുത്. നീയും അളക്കാൻ തയ്യാറായിക്കോണം. നീയും അളന്നിറങ്ങാൻ തയ്യാറായിക്കോണം. ആമേൻ. ഹല്ലേലൂയ. നരിയാണിയോളം വെള്ളത്തിൽ തട്ടി കളിപ്പിച്ച് നിൽക്കുന്നവൻ പറയുക, ഇവനെന്താ ഈ അരയോളം വെള്ളത്തിൽ പോയി നിൽക്കുന്നത്? എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ. എനിക്കിവിടെ വെള്ളം തെറ്റിച്ച് കളിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവനെന്നാ പരിപാടിയായി കാണിക്കുന്നത്? നീ അവിടെ നിന്ന് അവനെ അളക്കാൻ നിൽക്കണ്ട. നീയും അളന്ന് പുറകോട്ട് ഇറങ്ങിക്കോ, വീണ്ടും മുന്നോട്ട് ഇറങ്ങിക്കോ. നിന്നിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അളവ് വർദ്ധിക്കുവാൻ തുടങ്ങും. പലരും ഇപ്പോഴും കരയിൽ നിന്നുകൊണ്ട് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കാഴ്ച കണ്ടുകൊണ്ട് നിന്നാൽ വെറും കാഴ്ചക്കാരനായിട്ട് പോകാം. പക്ഷേ ഈ നദി നിനക്ക് വേണ്ടി എന്നേ പുറപ്പെട്ടു കഴിഞ്ഞു കേട്ടോ. ഈ നദി ഏദനിൽ നിന്ന് തന്നെ ഈ നദി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ നദി ശക്തിയോടുകൂടെ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ. പെന്തക്കോസ്ത് നാളിൽ ഈ നദി ശക്തിയോടുകൂടെ ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അളന്നിറങ്ങാൻ തയ്യാറായിക്കോ. നിന്നിൽ ഇതിന്റെ അളവ് വർദ്ധിക്കാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി അളവറ്റ ശക്തിയാ. പക്ഷെ ദൈവം നമ്മിലേക്ക് അത് പകരുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മൺപാത്രത്തിലേക്ക്, ഈ മൺകൂടാരത്തിലേക്ക് ദൈവം ആ അളവറ്റ ശക്തിയെ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ദിവസങ്ങളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്ക് ദ ഗ്ലോറിയസ് ചർച്ച്, മഹത്വപൂർണമായ സഭ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ മേൽ ആ മഹത്വം വന്നിറങ്ങണം, എൻ്റെ മേൽ ആ മഹത്വം വന്നിറങ്ങണം. ഞാനൊരു കാര്യം വ്യക്തമായി പറയട്ടെ, ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം ഈ പന്തലിൻ്റെ ഉള്ളിൽ വന്ന് നിൽപ്പുണ്ട്. ആ ദൈവമഹത്വം ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽപ്പുണ്ട്. ദൈവത്തിൻ്റെ തേജസ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ പകൽക്കാലം നമ്മൾ എത്ര പേര് ആ മഹത്വത്തിലേക്കൊന്ന് പ്രവേശിക്കുവാനായിട്ട്, ആ മഹത്വത്തിലേക്കൊന്ന് കടക്കുവാൻ തയ്യാറെടുപ്പോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ മേൽ ഇന്ന് പകൽ മഹത്വം ഇറങ്ങും. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച് ആമേൻ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് നിന്റെ മഹത്വം വേണം, എനിക്ക് നിന്റെ മഹത്വം വേണം. കണ്ണുകൾ അടച്ചൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ കർത്താവിനോട് പറ, യേശുവേ എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, അതിൽ കുറഞ്ഞത് ഒന്നുകൊണ്ടും ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്ന് ഈ രാവിലെ സമയം പറയുവാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? എനിക്ക് നിന്റെ മഹത്വം കണ്ടിട്ടല്ലാതെ, നിന്റെ മഹത്വം പ്രാപിച്ചിട്ടല്ലാതെ, നിന്റെ തേജസ്സിന്റെ മേൽ വെളിപ്പെട്ടിട്ടല്ലാതെ ഇന്ന് പകൽക്കാലം ഞാൻ മടങ്ങിപ്പോവുകയില്ല. കർത്താവേ എനിക്കത് വേണം.
വേണം, എനിക്കത് വേണം. ഞാൻ ഒന്ന് മനസ്സിലാക്കുന്ന കർത്താവേ, നിന്റെ തേജസ് ഇവിടെയുണ്ട്, നിന്റെ തേജസ് ഇവിടെയുണ്ട്, നിന്റെ മഹത്വം ഇവിടെ വന്നിട്ടുണ്ട്. മഹത്വത്തിന്റെ കർത്താവ് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നു പകൽ യേശുവിനെ അനുഭവിച്ചറിയണം, യേശുവിന്റെ മഹത്വം എനിക്ക് അനുഭവിച്ചറിയണം. ഈ രാവിലെ നമ്മൾ കേട്ടതുപോലെ ആ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായ കർത്താവ്, വെള്ളോട്ടിന് സദൃശ്യമായ പാദങ്ങളുള്ള കർത്താവ്, തേജസ്സിനെ വാരി ചുറ്റിയിരിക്കുന്ന കർത്താവ്, ആമേൻ, അഗ്നിജ്വാലയ്ക്കത്തോ കണ്ണുള്ളവനായ കർത്താവ്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള കർത്താവ്, മഹത്വത്തിന്റെ കർത്താവ് ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ നടുവിലൂടെ അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിന്റെ നടുവിലൂടെ അവൻ നടകൊള്ളുന്നു. അവൻ എത്ര പേർക്ക് അവനെ തൊടുവാനും അവനിൽ നിന്നും മഹത്വം ഏറ്റെടുക്കുവാനും ഇന്ന് പകൽ ആഗ്രഹമുണ്ട്. അവരുടെ മേൽ ദൈവം തന്റെ ശക്തിയെ പകരും, അവരുടെ മേൽ ദൈവം തന്റെ മഹത്വത്തെ പകരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊട്, ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊട്. കർത്താവ് തന്റെ മഹത്വം നമ്മുടെ മേൽ പകരട്ടെ, ദൈവം തന്റെ തേജസ് നമ്മുടെ മേൽ പകരട്ടെ. ഓ, കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചു. ശക്തിയോടുകൂടെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മഹത്വം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആമേൻ. ഞാനൊരു വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാം. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവം നമുക്കറിയാം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇനി ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞായിട്ട് യേശുവിനെയും ചുമന്നുകൊണ്ട് യേശുവിന്റെ അപ്പനും അമ്മയും യെരുശലേം ദേവാലയത്തിൽ ചെന്നു ആ പൈതലിനെ സമർപ്പിക്കുവാൻ. അവിടെ ചെന്നപ്പോൾ വാർദ്ധക്യം ചെന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, ശിമയോൻ. പെട്ടെന്ന് ആത്മനിറവുള്ളവനായിരുന്ന മനുഷ്യൻ, ആത്മപ്രേരിതനായിട്ട് എത്രയോ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ശിശുപ്രതിഷ്ഠ നടത്താൻ. പക്ഷേ ഒരു കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴും ശിമയോന്റെ ഉള്ളിൽ തോന്നാത്ത ഒരു തുടിപ്പ് ഈ കുഞ്ഞിനെ കണ്ടപ്പോഴുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. ശിമയോൻ ഓടി ചെന്നിട്ട് മറിയയുടെ കരങ്ങളിൽ നിന്ന് ആ ശിശുവിനെ കൈകളിലേക്ക് വാങ്ങി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമാകുന്ന ഇസ്രായേലിന്റെ മഹത്വവുമായ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ആമേൻ, ഹല്ലേലൂയ. നോക്ക്, യേശു ആകുന്ന കൊച്ചു പൈതലിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് ആ വാർദ്ധക്യത്തിൽ ചെന്ന പിതാവ് വിളിച്ചു പറയുകയാണ്, ഞാൻ എൻ്റെ കരങ്ങളിൽ ഏന്തിയിരിക്കുന്നത്, എൻ്റെ കൈകളിൽ ഞാൻ ചുമക്കുന്നത്, എൻ്റെ കരങ്ങളിൽ ഞാൻ വഹിക്കുന്നത്, എൻ്റെ കൈകളിൽ ഇപ്പോൾ ഇരിക്കുന്നത് വെറും ഒരു പൈതലല്ല, വെറും ഒരു ശിശുവല്ല. ഈ ശിശു ആരാണെന്നറിയാമോ? ഇവൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള ആമേൻ പ്രകാശമാണ്. ആമേൻ, ആമേൻ. അത്രയുമല്ലവൻ, അടുത്ത ഒരു മണ്ഡലമാണ് അവൻ പറയുന്നത്. അടുത്ത മണ്ഡലം എന്താണെന്നറിയാമോ? ഇവൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള വെറും ഒരു പ്രകാശം മാത്രമല്ല, തന്റെ ജനമാകുന്ന ഇസ്രായേലിന്റെ മഹത്വമാണ് എന്റെ കൈകളിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ കരങ്ങളിൽ ഏന്തിയിരിക്കുന്നത് യേശുവിനെയാണ്. ആമേൻ, ആമേൻ. യേശു നിങ്ങളുടെ കയ്യിലുണ്ടോ? യേശു നിങ്ങളുടെ അകത്തുണ്ടോ? ശിമയോന്റെ കയ്യിൽ മാത്രമേ ഉള്ളോ യേശു? ശിമയോന്റെ കയ്യിൽ മാത്രമാണോ യേശു ഇരിക്കുന്നത്? ഇന്ന് പകൽ യേശു കരങ്ങളിലുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. യേശു നിന്റെ അകത്തുണ്ടോ? യേശുവിനെ നീ വഹിക്കുന്നുണ്ടോ? യേശുവിനെ നീ ക്യാരി ചെയ്യുന്നുണ്ടോ? യേശുവിനെ നീ ചുമക്കുന്നുണ്ടോ? യേശുവിനെ നീ കൊണ്ടു നടക്കുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഉറപ്പുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ കരങ്ങളിലിരിക്കുന്ന യേശു ആരാണെന്നറിയാമോ? നിന്റെ കയ്യിലിരിക്കുന്ന യേശു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ്. നിന്റെ കയ്യിലിരിക്കുന്ന യേശു വെറും പ്രകാശമല്ല, നിന്റെ കരങ്ങളിൽ നീ കൊണ്ടു നടക്കുന്ന യേശു ജാതികളുടെ പ്രകാശം മാത്രമല്ല, അവൻ ദൈവജനത്തിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യേശുവിനെയാ കൊണ്ടു നടക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ 2 അവസ്ഥകളാണ് യേശുവിന്റെ പറയുന്നത്. ഒന്ന്, അവൻ ജാതികളുടെ പ്രകാശമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ജാതികളുടെ പ്രകാശമാണ്. ഇവിടെ ഇരിക്കുന്ന യഹൂദന്മാരെല്ലാവരും ഒന്ന് കര ഉയർത്തിയാട്ടെ. 1, 2, വേറെ എത്ര പേരുണ്ട്? 3. ഇനി എത്ര യഹൂദന്മാരുണ്ട് ഇവിടെ? 4. ഇത്ര യഹൂദന്മാരേ ഉള്ളൂ ഇവിടെ. വേറെ യഹൂദന്മാരാരും ഇല്ലേ? നിങ്ങളാരും യഹൂദന്മാരാരും ഇല്ലേ? അല്ലയോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ യഹൂദന്മാരുടെ എല്ലാം കൈ ഒന്നുടന്ന് കാണണം. ഒന്നുടന്ന് കൈ ഉയർത്തിയേ. അയ്യോ, ആരും ഇല്ലേ? 1. ബാക്കി യഹൂദന്മാരെല്ലാം പോയോ? ഓടിയോ ഇവിടുന്ന്? ഒന്നുകൂടെ കൈയൊന്ന് ഉയർത്തിയേ. യഹൂദന്മാരുടെ എല്ലാം കൈയൊന്ന് കാണട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കാൻ നമ്മൾ ആരും യഹൂദന്മാരല്ല കേട്ടോ. നമ്മുടെ പേരാണ് എന്തായിരുന്നു? ജാതി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരാന്നറിയാമോ? ജാതികൾ. ഹല്ലേലൂയ. നമ്മൾ ജാതികളായിരുന്നു. നമ്മൾ ആരും യഹൂദന്മാരല്ല കേട്ടോ. സ്തോത്രം. ആരെങ്കിലും അങ്ങനെ തിരിതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നതങ്ങ് മാറ്റിയേക്കണം. കുറേ പുള്ളികൾക്കൊക്കെ അങ്ങനെ വിചാരമുണ്ട്, ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ അവിടുന്ന് വന്നതാ, ഇവിടുന്ന് വന്നതാ, ഞങ്ങൾ മതിലെ കുരുത്തതാ. ഇന്ന് പകൽ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന വല്ല പുള്ളികളും ഉണ്ടെങ്കിൽ എടുത്തങ്ങ് മാറ്റിക്കോ കേട്ടോ. അവരൊക്കെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ്. ഞങ്ങളൊക്കെ ആരാന്നറിയണ്ടേ? നീ ഒന്നുമല്ല, നിന്റെ അപ്പനപ്പൂപ്പന്റെ ഒരു 5 തലമുറയ്ക്ക് മുമ്പ് നീ ജാതിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ജാതികളെ ഉള്ളൂ. സ്തോത്രം. ലോകത്തിലെ ജനത്തെ ദൈവം 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 യഹൂദൻ, 2 ജാതി. അത്രേ ഉള്ളൂ. യഹൂദനല്ലാത്ത എല്ലാം ജാതിയാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യേശു എന്താണെന്നറിയാമോ? യേശു ജാതികളുടെ പ്രകാശമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ അരികിലേക്ക് പ്രകാശം പരത്തുവാൻ യേശു കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ഇറാഖിൽ ജീവിച്ചിരുന്നു. ആ മനുഷ്യന് ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം, തേജോമയനായ ദൈവം ഒരു ദിവസം ഈ പുള്ളിക്ക് അങ്ങ് പ്രത്യക്ഷനായി. അദ്ദേഹം ആരായിരുന്നു? യഹൂദനായിരുന്നു. അബ്രഹാം ആരായിരുന്നു? യഹൂദനായിരുന്നു? ആയിരുന്നു? അല്ല, അദ്ദേഹം യഹൂദനൊന്നും അല്ലായിരുന്നു. സ്തോത്രം. അദ്ദേഹം വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. തേരഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകൻ. എന്നാൽ ഒരു ദിവസം തേജോമയനായ ദൈവം ആ മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോ. പറഞ്ഞു വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മനുഷ്യനെ തിരഞ്ഞെടുത്തിട്ട് താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തെ കഴിച്ചിട്ട് പടിപടിയായി അവന്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തങ്ങളെ നൽകുവാൻ തുടങ്ങി. ദൈവിക വെളിപ്പാടുകൾ നൽകുവാൻ തുടങ്ങി. ദൈവം അവന് നിരന്തരമായി പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. ദൈവം അവന് വാഗ്ദത്തങ്ങളെ കൊടുക്കുവാൻ തുടങ്ങി. മക്കളില്ലാതിരുന്ന അവനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതികളെ തരും. അവർ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. അവർ കടൽ കരയിൽ കിടക്കുന്ന മണൽത്തരി പോലെയാകും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ജാതിയാക്കി തീർക്കും, ഒരു വലിയ ജനതയാക്കി തീർക്കും, ഒരു രാജ്യമാക്കി തീർക്കും, ഒരു നേഷനാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വാഗ്ദത്തം കൊടുത്തു, നിന്നിൽ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ട് ദൈവം പറയുകയാണ്, എനിക്ക് സ്വന്തമായി ഞാനൊരു ജാതിയെ ഉണ്ടാക്കുകയാണ്. പക്ഷെ അബ്രഹാമേ, നിന്നിൽ ലോകത്തിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ വിളിച്ച് ഒരു ജാതിയാക്കി തീർത്തു. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന് കീഴ്പ്പെടുന്ന, ദൈവത്തിന്റെ പ്രമാണങ്ങളുള്ള, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ ആലയമുള്ള, ദൈവത്തിന്റെ പ്രമാണങ്ങളുള്ള, ദൈവത്തിന്റെ കൽപ്പനയുള്ള ഒരു ജാതിയെ ദൈവം ഉണ്ടാക്കി. ആമേൻ. രക്ഷകനെ പിറപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നറിയാമോ? യഹൂദനെ മാത്രം അനുഗ്രഹിക്കാനല്ല, ലോകത്തിലുള്ള സകല ജാതികളും ആമേൻ അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെടണം. ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അത് സകല ജാതികൾക്കും വേണ്ടിയാണ്, സകല മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം അനുഗ്രഹത്തെ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ യഹൂദൻ വിചാരിച്ചു ഞങ്ങളാ വലിയ പുള്ളികളെന്ന്. അനുഗ്രഹവും ആരാധനയും നന്മയും എല്ലാം അവർ അവരുടെ സ്വന്തമാക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ആമേൻ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊള്ളുക, ആ ശിശു ഭൂമിയിൽ വന്നപ്പോൾ, മറിയയുടെ ഉദരത്തിലൂടെ ആ ശിശു പുറത്തു വന്നപ്പോൾ, ശിമയോൻ ആ പൈതലിനെ കരങ്ങളിൽ എടുത്തു വെച്ചിട്ട് പറയുകയാണ്, വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഇരുട്ടിൽ കിടക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവരുടെ പേരാണ് ജാതികൾ, ജാതികൾ, ജാതികൾ. ആമേൻ. നീ ഈ മതിലിന്റെ അപ്പുറം നിന്നാൽ മതി, നീ ഈ മതിൽക്കെട്ടിന്റെ അപ്പുറം നിന്നാൽ മതി. ജീവനുള്ള ദൈവത്തെ കാണുവാൻ നിനക്ക് അവകാശമില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് വരുവാൻ അവകാശമില്ല. ദൈവത്തെ ആമേൻ കാണുവാൻ നിനക്ക് അവകാശമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ നിനക്ക് അവകാശമില്ല. നീ ജാതി, നീ പുറത്തു നിൽക്ക്, നീ പ്രാകാരത്തിന് പുറത്തു നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ ജാതി അവരെ തള്ളി വെളിയിൽ അന്ധകാരത്തിൽ പാളയത്തിന് പുറത്തിട്ടിരുന്നപ്പോൾ ഇവിടെ ഇതാ ഒരു കൊച്ചു പൈതലിനെ കരങ്ങളിൽ ഏന്തിയിട്ട് പറയുകയാണ്, ഇവൻ ജാതികളുടെ പ്രകാശമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാതികളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാ ആ ശിമയോന്റെ കരങ്ങളിലിരിക്കുന്ന പൈതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട അകത്ത് വന്നതിനെ കുറിച്ച് പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. ആമേൻ. ഹല്ലേലൂയ. സോ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ നീ എവിടെയായിരുന്നു എന്നറിയാമോ? നീ അന്ധകാരത്തിൽ കിടക്കുകയായിരുന്നു, നീ ഇരുട്ടിൽ കിടക്കുകയായിരുന്നു, ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്നു. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, യേശുവിനെ കണ്ടെത്തിയിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, നീ എത്ര വലിയവനാണെങ്കിലും, എത്ര ചെറിയവനാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും, എത്ര കഴിവുള്ളവനാണെങ്കിലും, എത്ര പ്രശസ്തിയുള്ളവനാണെങ്കിലും, യേശു നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ നീ ഇരുട്ടിലായിരുന്നു. യേശുവില്ലാത്തവൻ ഇരുട്ടില്ല. യേശുവില്ലാത്തവന്റെ ജീവിതത്തിൽ വെളിച്ചമില്ല. അവന്റെ ജീവിതത്തിൽ സമ്പത്ത് കാണും, ഉയർച്ച കാണും, പലതും കാണും. പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരുവന്റെ ജീവിതത്തിൽ യേശു വന്നില്ലെങ്കിൽ അവന്റെ ജീവിതം ഇരുട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനെ. ആമേൻ. ഹല്ലേലൂയ. സോ യേശു ഒരുവന്റെ ജീവിതത്തിൽ, രക്ഷിക്കപ്പെടാത്ത ഒരുവന്റെ ജീവിതത്തിൽ യേശു വരുന്നത് എങ്ങനെയാ? വെളിച്ചമായിട്ടാണ് വരുന്നത്. പ്രൈസ് ഗോഡ്. സഭയെ മുടിച്ചുകൊണ്ട്, ദൈവജനത്തെ കൊന്നു മുടിച്ചുകൊണ്ട്, സഭയെ തകർത്തുകൊണ്ട് ഒരുവൻ കുതിരപ്പുറത്ത് കയറി പോവാ. അങ്ങനെ കുതിര ഓടിച്ചു പോവാ മിടുക്കനായിട്ട്. കുറഞ്ഞ പുള്ളിയൊന്നുമല്ല, വലിയ വമ്പനാ, മിടുക്കനാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എത്ര മിടുക്കനാന്ന് പറഞ്ഞാലും ഇവന് ഇരുട്ടിനകത്തായിരിക്കുന്നേ, ഇവന് വെളിച്ചം കിട്ടിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ പോകുന്ന പോക്കിൽ ആമേൻ ഡമസ്കോസിന്റെ ആ മെയിൻ ഗേറ്റിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക്, ആ പട്ടണ വാതിൽക്കിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇരുട്ട് പിടിച്ചു പോയവന്റെ അവന്റെ മേലോട്ട് ഒരു ശക്തിയേറിയ പ്രകാശം അങ്ങടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേലുമൊക്കെ വല്ലപ്പോഴും ഇതുപോലെ പ്രകാശം അടിച്ചത് കൊണ്ടാണ്, ഏതോ സമയത്ത് പ്രകാശം അടിച്ചത് കൊണ്ടാണ് നീ അകത്ത് കയറിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഏതോ ഒരു സമയത്ത് പ്രകാശം അകത്ത് അടിച്ചത് കൊണ്ടാണ് അകത്ത് കയറിയത്. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 4-ന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശ്രദ്ധയോടുകൂടി ഈ വാക്യം നിങ്ങൾ കേൾക്കണം. 2 കൊരിന്ത്യർ ലേഖനം 4-ന്റെ 4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മതി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. ദൈവപ്രതിമയായ യേശുവിന്റെ തേജസ്സിന്റെ സുവിശേഷം, അതിന്റെ പ്രകാശനം ഒരുവന് ലഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ്, ആരുടെ മനസ്സ്? ആരുടെ മനസ്സ്? അവിശ്വാസിയുടെ മനസ്സ്. ഇവിടെ ഇരിക്കുന്ന അവിശ്വാസികളെല്ലാം ഒന്ന് കര ഉയർത്തിയാട്ടെ. എത്ര അവിശ്വാസികളുണ്ട് ഇവിടെ? ഹല്ലേലൂയ. ഇവിടെ അവിശ്വാസികൾ ആരുമില്ലല്ലേ? സ്തോത്രം. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്നത് ആരുടെയാണ്? ആരുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞേ? അവിശ്വാസിയുടെ മനസ്സിനെ അല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരാണ്? വിശ്വാസിയ ആണല്ലോ അല്ലേ? സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന വിശ്വാസിയ. അപ്പൊ നിങ്ങൾക്ക് വെളിച്ചമെല്ലാം കിട്ടിയോ? നിങ്ങൾക്ക് കുരുട്ട് കണ്ണു വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം അതാരാന്ന് നമുക്കറിയാം, പിശാചാണ്. പിശാച്
അവിശ്വാസിയുടെ എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, രക്ഷിക്കപ്പെടാത്തവന്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര മിടുക്കനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും രക്ഷിക്കപ്പെട്ടില്ലയോ, നിന്റെ മനസ്സ് കുരുട, നീ ഇരുട്ടില്ല, നിനക്ക് വെളിച്ചം കിട്ടിയിട്ടില്ല. ഈ ലോകത്തിന്റെ ദൈവം നിന്റെ മനസ്സിനെ കുരുട്ടാക്കി വെച്ചിരിക്കുക. സ്തോത്രം. പക്ഷെ എങ്ങനെ കുരുടാക്കിയെന്നാ പറയുന്നത്? നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ നല്ല ലൈറ്റ് കത്തിച്ചിട്ടിരിക്കുക, ഹാലജനും മെറ്റൽ ഹാലജനും, എന്തൊക്കെ ലൈറ്റുകളാ, ഭയങ്കര പവർഫുൾ ലൈറ്റാ. ഇതുപോലെ കുറെ ലൈറ്റ് കൊണ്ടുവന്ന് അവിശ്വാസിയുടെ നെഞ്ചത്തോട്ട് അടിച്ചാൽ ഇവന് പ്രകാശം കിട്ടുമോ? കിട്ടത്തില്ല. സ്തോത്രം. എത്ര വലിയ ലൈറ്റ് കൊണ്ടുവന്ന് ഒരു അവിശ്വാസിയുടെ ജീവിതത്തിലോട്ട് അടിച്ചാലും അവന് വെളിച്ചം കിട്ടത്തില്ല. അവന് വെളിച്ചം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവപ്രതിമയായ യേശുവിന്റെ തേജസ്സിന്റെ സുവിശേഷം അവനിൽ പ്രകാശിക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ നിന്റെ പ്രതിമയാന്നാ പറഞ്ഞേ? എന്തിന്റെ പ്രതിമയാ? ആരുടെ പ്രതിമ? ദൈവപ്രതിമ. ദൈവപ്രതിമയെ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. സ്തോത്രം. യേശു ആരാണെന്നാ പറഞ്ഞത്? ദൈവപ്രതിമയാണ്. ദൈവത്തിന്റെ സ്വരൂപമായ യേശുവിന്റെ തേജസ്സിന്റെ സുവിശേഷം ഒരുവനിൽ പ്രകാശിക്കപ്പെടാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വച്ചിരിക്കുന്നു, ഇരുട്ടാക്കി വച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാനും നിങ്ങളും അങ്ങോട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ജാതികളുടെ പ്രകാശമായ യേശുവിനെ അത്രേ കൊടുക്കുന്നത്. യേശു ഒരുവന്റെ ജീവിതത്തിൽ വന്നാൽ അവന് പ്രകാശം കിട്ടും. യേശു ഒരുവന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവന് വെളിച്ചം കിട്ടും. യേശു ഒരുവന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ അന്ധകാരം മാറും, ജീവിതത്തിലെ ഇരുട്ട് മാറും, ജീവിതത്തിലെ അവൻ നിഗൂഢമായിരിക്കുന്ന അവസ്ഥകൾ മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനും നീ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്നിലേക്കൊരു പ്രകാശം കടന്നു വന്നു. ആണോ? ഇരുട്ട് മാറിയോ? ഇരുട്ട് മാറിയോ? ജീവിതത്തിൽ ഇരുട്ട് മാറിയവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ജീവിതത്തിൽ ഇരുട്ട് മാറിയവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ ജീവിതത്തിൽ ഇരുട്ടാണ്, ഇരുട്ട് എന്നും ഇരുട്ടാ. സാമ്പത്തികമായി ഇരുട്ടാ, കുടുംബത്തിനകത്ത് ഇരുട്ടാ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരുട്ടാ, അപ്പനും മക്കളും തമ്മിൽ ഇരുട്ടാ, ജോലിയിൽ ഇരുട്ടാ, ജീവിതത്തിലെ ഓരോ മേഖലയിലേക്കും ചെന്നാൽ ഇരുട്ടാ, വെളിച്ചമില്ല, ഒരു മേഖലയിലും വെളിച്ചമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യേശു നിന്റെ അകത്തേക്ക് വന്നപ്പോൾ, യേശു നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, യേശു നിന്റെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ, യേശു നിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ നിന്റെ ജീവിതത്തിലെ ഇരുൾ മാറി പ്രകാശം നിന്റെ അകത്തേക്ക് വന്നു. പ്രകാശം കിട്ടിയവരൊന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. പ്രകാശം കിട്ടിയവന്റെ ഒരു സ്തുതി അല്ലത്. പ്രകാശം കിട്ടിയവർ അതിന്റെ സന്തോഷത്തിൽ ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ. ആ ശക്തിയോടുകൂടെ ഒന്നുകൂടെ സ്തുതിച്ചേ. പ്രകാശം കിട്ടിയാൽ നന്ദി ഉണ്ടെങ്കിൽ ഇങ്ങനല്ല സ്തുതിക്കേണ്ടത്, ശക്തമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ഈ വെളിച്ചം കിട്ടിയെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? നിനക്ക് കേവലം വെളിച്ചം കിട്ടുക മാത്രമല്ല ചെയ്തത്, നിന്റെ ജീവിതത്തെ ഇരുട്ടാക്കിക്കൊണ്ടിരുന്ന, നിന്റെ ജീവിതത്തെ മ്ലാനമാക്കിക്കൊണ്ടിരുന്ന, നിന്റെ ജീവിതത്തിലെ നന്മകളെ കവർന്നുകൊണ്ടുപോയിക്കൊണ്ടിരുന്ന, നിന്റെ ജീവിതത്തെ പരാജയത്തിൽ തള്ളിയിട്ടിരുന്ന, നിന്റെ ജീവിതത്തെ ശൂന്യമാക്കിയിട്ടിരുന്ന, നിന്റെ നന്മകളെ കവർന്നെടുത്തുകൊണ്ടിരുന്ന, യോഹന്നാൻ 10 പറയുന്നത് പോലെ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വേണ്ടി മാത്രം കള്ളൻ വരുന്നു. നിന്റെ ജീവിതത്തിലെ സകലതും അറുത്തു കളയുവാൻ, മുടിച്ചു കളയുവാൻ, നിന്നെ മോഷ്ടിക്കുവാൻ വേണ്ടി നിന്റെ ജീവിതത്തിൽ നിരന്തരമായി കുടുംബത്തിൽ കുടിയിരുന്ന ഇരുട്ടിന്റെ അധികാരിയെ എടുത്തു ദൂരെ കളഞ്ഞിട്ടാ നിന്റെ അകത്ത് വെളിച്ചം വന്നത്. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം, എന്ത് ഭയങ്കര സന്തോഷം. ഈ ഇരുട്ട് വെറുതെ വന്നതല്ല, ഈ ഇരുട്ട് വെറുതെ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആഴത്തിന്മേത ഇരുൾ ഉണ്ടായിരുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ആഴത്തിന്മേത ഇരുൾ എങ്ങനെ വന്നത്? ചുമ്മാതൊന്നും വന്നതല്ല കേട്ടോ. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തിരുവചനം പറയുന്നു, ആദിയിൽ. എന്നാ സൃഷ്ടിച്ചത്? എന്നാ ഈ ആദി ഒന്ന് പറഞ്ഞേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാ ആദി എന്നാ? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ ആദിയിൽ
ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്യം പറഞ്ഞു, ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. ദൈവം ഉണ്ടാക്കിയതൊന്നും പാഴും ശൂന്യവുമൊന്നുമല്ല കേട്ടോ, പക്ഷെ അത് പാഴും ശൂന്യവുമായി തീർന്നു. സ്തോത്രം. എന്നിട്ടാ പറയുന്നേ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഈ പകൽക്ക് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവ പൈതലേ, നിന്റെ ജീവിതത്തെ ആദിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ നിന്നെ ഇരുട്ടായിട്ടല്ല സൃഷ്ടിച്ചത്. ആദിയിൽ നിന്നെ ഉണ്ടാക്കിയപ്പോൾ ദൈവം നിന്നെ ഇരുളായിട്ടല്ല ഉണ്ടാക്കിയത്. ദൈവം സൃഷ്ടിക്കുന്നത് ഇരുട്ടിനെയല്ല, ദൈവം വെളിച്ചത്തിന്റെ ദൈവമാണ്. ദൈവം ശൂന്യമായതിനെയല്ല ഉണ്ടാക്കുന്നത്, ദൈവം നിറവിന്റെ ദൈവമാണ്. ദൈവം ഫലമില്ലാത്തതിനെയല്ല ഉണ്ടാക്കുന്നത്, ദൈവം ഫലം കൊടുക്കുന്നതിന്റെ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. മനോഹരമായി ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴായി തീർന്നു, ശൂന്യമായി തീർന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തോട് മത്സരിച്ച പൈശാചിക ശക്തി ഭൂമിയിലേക്ക് അവന്റെ പാദം പതിച്ചപ്പോൾ ഈ ഭൂമി പാഴായി തീർന്നു, ഈ ഭൂമി ശൂന്യമായി തീർന്നു. ഈ ഭൂമിയുടെ മേൽ ഇരുട്ട് വ്യാപരിച്ചു. നിന്റെ ജീവിതത്തിൽ ദുഷ്ടപിശാച് കടന്നു കയറി നിന്നെ അറുപ്പാനും നിന്നെ മുടിക്കുവാനും നിന്നെ മോഷ്ടിക്കുവാനും നിന്റെ ജീവിതത്തിലെ നന്മകളെ കവർന്നു കൊണ്ടുപോകുവാനും നിന്റെ അനുഗ്രഹങ്ങളെ അവന്റെ പാളയത്തിൽ കൊണ്ടുപോയി വെക്കുവാനും പിശാച് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, അന്ധകാര ശക്തി നിന്റെ ജീവിതത്തിൽ അവൻ കൂടുകെട്ടി ഇരിക്കുവാൻ തുടങ്ങിയപ്പോൾ നിന്റെ ജീവിതം ഇരുട്ടായി തീർന്നു, നിന്റെ ഭവനം ഇരുട്ടായി തീർന്നു, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഫലമില്ലാത്തതായി തീർന്നു, ശൂന്യമായി തീർന്നു. എന്നാൽ അവൻ ജാതികളുടെ പ്രകാശമായ രക്ഷകനായ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇരുൾ കേവലം മാറുക മാത്രമല്ല ചെയ്തത്, ഇരുട്ടിന്റെ അധികാരിയെ അവന്റെ മുഴുവൻ അധികാരത്തോടും കൂടെ നിന്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ആമേൻ. ഹല്ലേലൂയ. അത് മാറിക്കിട്ടിയവർ ഇങ്ങനൊന്നും ആരാധിച്ചാൽ പോരാ, അത് മാറിക്കിട്ടിയവർ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചാൽ പോരാ. അതാ ദൈവം തന്നിരിക്കുന്ന വിടുതൽ. ആമേൻ. ഹല്ലേലൂയ. സുജാതികളുടെ വെളിച്ചം നിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകി, ദൈവം വെളിച്ചം നൽകി. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം നമ്മുടെ ഉള്ളിൽ വെളിച്ചം തന്നു, പക്ഷെ വെളിച്ചം കൊണ്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അവിടെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ പ്രസക്തി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ രക്ഷിക്കപ്പെട്ടവർ എല്ലാവരും വെളിച്ചം പ്രാപിച്ചവർ, ഒരു സംശയവുമില്ല. ഞാനും നിങ്ങളും വെളിച്ചം പ്രാപിച്ചവരാ. ആണോ? കുറഞ്ഞ വർഷം വെളിച്ചമെങ്കിലും ഉണ്ടല്ലോ അല്ലേ? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വെളിച്ചം പ്രാപിച്ചവരാ, ഇരുൾ മാറിപ്പോയവരാ. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ അളവുകൾ വ്യത്യസ്തമാണ്. ദൈവം നാം കേവലം വെളിച്ചത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവസഭയ്ക്ക് അടുത്ത ഒരു മണ്ഡലമുണ്ട്. ഓ ഹല്ലേലൂയ. അടുത്ത ഒരു ലെവലുണ്ട്, അടുത്ത ഒരു പടിയുണ്ട്. ഇന്ന് പകൽ നമ്മൾ ഈ വെളിച്ചം കൊണ്ട് തൃപ്തി അടഞ്ഞ് ഈ വെളിച്ചത്തിൽ മാത്രം തൃപ്തരായിട്ട് കൈകൊട്ട് പാട്ടുപാടി സന്തോഷിച്ച് നൃത്തം ചെയ്ത് ആനന്ദിച്ച് മടങ്ങിപ്പോകുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ കേവലം വെളിച്ചം മാത്രമായിരിക്കുവാനല്ല, ദൈവത്തിന്റെ അടുത്ത പടിയായ അടുത്ത മണ്ഡലമായ മഹത്വ മണ്ഡലത്തിലേക്ക് നമ്മെ കരം പിടിച്ചുയർത്തുവാൻ ഇന്നു പകൽ ദൈവം ആഗ്രഹിക്കുക. എത്ര പേർക്ക് ഇന്ന് പകൽ ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് കയറണം, എനിക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് കയറണം, എനിക്ക് അടുത്ത പടിയിലേക്ക് കയറണം, എനിക്ക് അടുത്ത മഹത്വത്തിന്റെ മണ്ഡലത്തിലേക്ക് കയറണം. ദൈവത്തിന് ആരോടെങ്കിലും മുഖപക്ഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആരോടെങ്കിലും മുഖപക്ഷമുണ്ടോ ദൈവമക്കളെ? ദൈവം ഇങ്ങനെ ചിന്തിക്കുമോ, ഇന്ന ആളുകൾ മാത്രം മഹത്വ മണ്ഡലത്തിൽ കയറിയാൽ മതി, അവനും ഇവനും ഒന്നും മഹത്വ മണ്ഡലത്തിൽ നിന്ന് കയറണ്ട, ഇവിടൊക്കെ ഇങ്ങനെ കടന്ന് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവനാണോ നമ്മുടെ ദൈവം? ആണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും മുഖപക്ഷമുള്ള ദൈവമല്ല. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നാം അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കണം എന്ന് എന്നേക്കാളധികം നിങ്ങളെക്കാളധികം ആഗ്രഹിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. സോ പ്രകാശം മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും അടുത്ത ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ കടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആഗ്രഹം നല്ലതാ, നമുക്ക് ആഗ്രഹമുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളവരൊന്ന് കര ഉയർത്തിയേ. നമുക്കെന്താ ആഗ്രഹിച്ചുകൂടാതെ അല്ലേ? എന്തും ആഗ്രഹിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഈ പ്രകാശം നമ്മിലേക്ക് കടത്തിവിട്ട് നമ്മുടെ ഇരുളിനെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നൽകി
നമ്മളെ ദൈവ മക്കളാക്കി തീർത്തു. രക്ഷ നമുക്ക് ദൈവം തന്നു. ഇത് സൗജന്യമാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ലഭിച്ച രക്ഷ സൗജന്യമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ, പലതരം സ്നേഹത്തെക്കുറിച്ച്. അതിൽ അഗാപ്പെ ലവ് എന്നൊക്കെ പറയുന്നത്, അതിന്റെ അർത്ഥം ഇതാണ്: അൺകണ്ടീഷണൽ ലവ്. ഒരു വ്യവസ്ഥയുമില്ലാതെ, ഒരു വ്യവസ്ഥയും കൂടാതെ ദൈവം നമുക്ക് നമ്മുടെ മേൽ പകരുന്ന സ്നേഹത്തെയാണ് അഗാപ്പെ ലവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യവസ്ഥയും ദൈവം വെക്കുന്നില്ല. ഇന്നതുപോലെ ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കാം എന്നല്ല ദൈവം പറയുന്നത്. ദൈവം മുന്നമേ നമ്മെ ഒന്ന് സ്നേഹിക്കുക. നമ്മുടെ അവസ്ഥകൾ എന്തായിരുന്നാലും, നാം ആയിരുന്ന അതേ സാഹചര്യത്തിൽ, ആമേൻ, നാം പാപികളായിരുന്നപ്പോൾ തന്നെ, ആമേൻ, ഹല്ലേലൂയ. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ക്രിസ്തുയേശുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ ക്രൂശിൽ തന്റെ ജീവനെ നൽകിക്കൊണ്ട് നമ്മോടുള്ള അവന്റെ സ്നേഹം വെളിപ്പെടുത്തി. ആമേൻ. അത് അൺകണ്ടീഷണലാണ്. നീ പാപമെല്ലാം മോചിപ്പിച്ച് നിന്റെ ജീവിതമൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഒരു നല്ല കുട്ടിയായിട്ട് വാ, അന്നേരം ഞാൻ നിന്നെ സ്നേഹിക്കാം, അന്നേരം ഞാൻ നിന്നെ രക്ഷിക്കാം, അന്നേരം ഞാൻ നിനക്ക് നിത്യജീവൻ തരാം എന്നല്ല യേശു പറഞ്ഞത്. നമ്മൾ പാപികളായിരുന്ന നിമിഷത്തിൽ തന്നെ അതേ കണ്ടീഷനിൽ ദൈവം നമ്മെ അവന്റെ മക്കളാക്കി തീർത്തു. ആമേൻ, ഹല്ലേലൂയ. അതിന് ദൈവം ഒരു വ്യവസ്ഥയും വെച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പൗലോസ് കർത്താവിനെ കുറിച്ചുള്ള ആഴമേറിയ എത്രയോ വെളിപ്പാടുകൾ പ്രാപിച്ച മനുഷ്യനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭയങ്കര വെളിപ്പാട് ഇപ്രകാരമുണ്ട്. സ്തോത്രം. കർത്താവ് ക്രൂശിന്മേൽ നമുക്ക് വിരോധമായി നിന്ന കൈയെഴുത്തുകളെ, നിയമങ്ങളെ ക്രൂശിൽ തറച്ചു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ തറച്ചു. അതിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താ അതിന്റെ കാര്യമെന്ന്? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ ഒരിക്കൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടന്നവരാ. ന്യായപ്രമാണം എന്താ നമ്മളോട് പറയുന്നതെന്നറിയാമോ? ആയിരക്കണക്കിന് കൽപ്പനകളാ. ഇത് ചെയ്, ഇത് ചെയ്, ഇത് ചെയ്, ഇത് ചെയ്, ഇത് ചെയ്, ഇത് ചെയ്, ഇത് ചെയ്. സ്തോത്രം. 100 കൽപ്പനയാണെന്നിരിക്കട്ടെ തന്നിരിക്കുന്നത്. 99 കൽപ്പനയും നിങ്ങൾ കൃത്യമായി നിർവഹിച്ചു, അനുസരിച്ചു. 100ാമത്തെ കൽപ്പനയിൽ വന്നപ്പോൾ ഒന്ന് തെറ്റിപ്പോയി. ഒരു പ്രയോജനവുമില്ല കേട്ടോ. 99 ചെയ്തത് കൊണ്ട് നീ അടിമത്വത്തിലേക്ക് പോകും, നീ തകർച്ചയിലേക്ക് പോകും, പിന്നെ നീ അടിമയായി തന്നെ കിടക്കും. ആമേൻ, ഹല്ലേലൂയ. അതാണ് ന്യായപ്രമാണത്തിന്റെ ആമേൻ നിയമങ്ങൾ, മതത്തിന്റെ ചട്ടങ്ങൾ. നിനക്ക് വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണം പറയുന്ന മുഴുവൻ കൽപ്പനകളും അനുസരിക്കണം. അതുപോരാ, പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ ചേർന്ന് ഇതിന്റെ വ്യാഖ്യാനമായിട്ട് പിന്നെയും 10,000-കണക്കിന് കൽപ്പനകൾ എഴുതി ഉണ്ടാക്കി ജനത്തിന്റെ തോളിൽ ചുമക്കാൻ പറ്റാത്ത ചുമടും ചുമന്നുകൊണ്ട് ജനം പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആ സ്ഥാനത്താണ് യേശു കർത്താവ് ക്രൂശിന്മേൽ കയറിയിട്ട് ഈ മുഴുവൻ കൽപ്പനകളെയും, മുഴുവൻ കൈയെഴുത്തുകളെയും, മുഴുവൻ നിയമങ്ങളെയും, മുഴുവൻ റൂൾസിനെയും, മുഴുവൻ റെഗുലേഷൻസിനെയും കർത്താവ് കൊണ്ടുവന്ന് കാൽവരി ക്രൂശിൽ ആണിയടിച്ചങ്ങ് നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ആണിയടിക്കുന്നതിന് മുമ്പേ കർത്താവ് ഒരു കാര്യം കൂടെ ചെയ്തു. കൈയെഴുത്തുകളെ എന്ത് ചെയ്തെന്നാ? മായ്ച്ചു കളഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പോക്കറ്റിലോട്ട് കൈയിട്ടൊരു എറേസർ എടുത്തിട്ട് ആ കൈയെഴുത്തുകൾ മൊത്തം എടുത്ത് റബ്ബ് ചെയ്ത് കളഞ്ഞു. ഒറ്റ ഒരെണ്ണം അതിനകത്തില്ല. എന്തായിരുന്നു ആ കൈയെഴുത്തുകൾ എന്നറിയാമോ? ഞാനും നീയും, ജാതികളായിരുന്ന ഞാനും നീയും ദൈവകൃപയിൽ കടന്നു വരുന്നതിന് തടസ്സമായിട്ട് പിശാച് അവൻ ഒരുക്കി കുട്ടി വെച്ചിരുന്ന നിയമങ്ങളാത്. ഞാനും നീയും ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം അനുഭവിക്കുവാൻ അവകാശമില്ലാതാക്കി തീർത്ത് നമ്മളെ ബന്ധിച്ചു വെച്ചിരുന്ന കയ്യെഴുത്തുകളാത്. ആ കയ്യെഴുത്തുകൾ കർത്താവ് ക്രൂശിന്മേൽ കൊണ്ടുവന്ന് അതിന്റെ മേലെല്ലാം അതെല്ലാം തുടച്ചു മായിച്ചു കളഞ്ഞിട്ട് ആമേൻ കർത്താവോടെ വെച്ചിട്ട് പോയില്ല. വെച്ചിട്ട് പോയാൽ ഇവൻ പിന്നെയും എടുത്ത് അത് എഴുതും. അതുകൊണ്ട് യേശു കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ആ കയ്യെഴുത്തുകളെ എടുത്ത് ക്രൂശിന്മേൽ കൊണ്ടുപോയി ആണിയടിച്ച് അവിടെ തറച്ചു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്നാണ് മോചനം കിട്ടിയത്, അവിടെ നിന്നാണ് വിടുതൽ കിട്ടിയത്. സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്ത് കർത്താവ് നമുക്ക് വേണ്ടി രക്ഷയൊരുക്കിയിട്ട് പിന്നെ യേശു പറയത്തില്ല നീ പോയി ഇതെല്ലാം അനുസരിച്ച് വൃത്തിയായി കുഷ്ഠരോഗമെല്ലാം ശുദ്ധീകരിച്ച് വൃത്തിയായി ശുദ്ധീകരണത്തിന് വേണ്ടതെല്ലാം ചെയ്തിട്ട് വാ, അന്നേരം ഞാൻ നിന്നെ സ്വീകരിക്കാമെന്ന് യേശു പറയത്തില്ല.
ആമേൻ. വേദപുസ്തകത്തിൽ പാപത്തെ കുഷ്ഠരോഗത്തിന് തുല്യമായിട്ട് ആമേൻ എഴുതിയിരിക്കുന്ന കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത് കിടക്കണം, പാളയത്തിനകത്ത് അവന് പ്രവേശനമില്ല. സ്തോത്രം. നമ്മുടെ കുഷ്ഠം ഉണ്ടല്ലോ, നമ്മുടെ പാപമാണ്. നമ്മൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു. ആമേൻ. നമ്മുടെ പാപം പോക്കാതെ, ആമേൻ, പഴയ നിയമത്തിലുണ്ടല്ലോ, കുഷ്ഠരോഗം മാറാതെ ഇവൻ അകത്ത് കിടക്കാൻ പറ്റത്തില്ല. കുഷ്ഠരോഗം സൗഖ്യമാകാതെ പാളയത്തിന്റെ അകത്ത് വരാൻ അവൻ അവകാശമില്ല. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും പാപമെല്ലാം പോക്കി ശുദ്ധീകരിച്ചിട്ട് വേണം ഞാനും നിങ്ങളും ദൈവത്തിന്റെ തിരുസന്നിധിയുടെ മുമ്പിലെത്താൻ. അതിനാ ദൈവം മാറ്റം തന്നത്. ആമേൻ. ക്രിസ്തുവേശുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവനെ നൽകിക്കൊണ്ട് നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി. ആമേൻ. ആമേൻ. നിങ്ങൾ ചിന്തിക്കുക, ഒരു സുവിശേഷ യോഗത്തിൽ ഒരുവൻ മദ്യപിച്ച് വന്നു നിന്നുകൊണ്ട് സുവിശേഷം കേൾക്കുകയാ. ആ മദ്യപിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ സുവിശേഷം കേട്ടു, അവന്റെ അകത്തത് കത്തി, അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നു ഇവന്റെ അകത്ത് മദ്യം കിടക്കുന്നുണ്ട്, യേശുവിനെ സ്വീകരിക്കത്തില്ലെന്ന്? ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെ? നമ്മളാണെങ്കിൽ പറയും, ഇന്ന് വേണ്ട, ഇത് ഈയുടെ കെട്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നാളെ വാ. നോ, യേശു അങ്ങനല്ല, യേശു അങ്ങനെയല്ല. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ മുമ്പിൽ പരീശന്മാരും എല്ലാവരും കൂടെ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്നു. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ആ ആക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവളെ കയ്യോടെ പിടിച്ചുകൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് ഞങ്ങളുടെ ന്യായപ്രമാണം ഇതാ പറയുന്നത്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്തു പറയുന്നു? ഇതാ മതം ചെയ്യുന്നത്. മതം നിന്റെ മേൽ ചെയ്തത് മുഴുവൻ ഇതാ. നീ പണ്ട് ഇരുട്ടിൽ കിടന്നപ്പോൾ നിന്നോട് മതം പറഞ്ഞു, പോയി അവിടെ ചെയ്യ്, അത് ചെയ്യ്, തൊഴ്, മുട്ട് ഒരയ്ക്ക്, നീ കിടന്ന് ഉരുള്, അവിടെ പോ, ഇവിടെ പോ, അത് കൊടുക്ക്, പുഷ്പം കൊടുക്ക്, പൂ കൊടുക്ക്, ഭസ്മം കൊടുക്ക്, അത് ചെയ്യ്, ഇത് ചെയ്യ്, മെഴുകുതിരി കത്തിക്ക്, വെണ്ണ ഒഴുക്കി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ മുമ്പിൽ വന്ന ആ സ്ത്രീയെ, നീ പോയി ശുദ്ധീകരണമെല്ലാം കഴിഞ്ഞിട്ട് വാ മോളെ എന്നല്ല പറഞ്ഞത്. യേശുവോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, സമാധാനത്തോടെ പോക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കണ്ടീഷൻസുമില്ല. ഇത് അൺകണ്ടീഷണലാണ് രക്ഷ. ഒരു വ്യവസ്ഥയും വെക്കാതെയാണ് ദൈവം നമുക്ക് ഈ സൗജന്യമായി രക്ഷ തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നീ ഇന്നത് ചെയ്തിട്ട് വന്നാൽ നിനക്ക് രക്ഷ തരാമെന്ന് യേശു പറഞ്ഞിട്ടില്ല. യേശു ആമേൻ സൗജന്യമായി, തീർത്തും സൗജന്യമായി കർത്താവ് നമുക്ക് ആമേൻ ഇത് തന്നിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, രക്ഷ സൗജന്യമായിട്ട് കിട്ടും. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടു, പുത്രത്വം സൗജന്യമായി കിട്ടും. പക്ഷേ മഹത്വം സൗജന്യമായിട്ട് കിട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷ സൗജന്യമാണ്, അത് അൺകണ്ടീഷണലാണ്. പുത്രത്വം സൗജന്യമാണ്. ഒരു വ്യവസ്ഥയുമില്ലാതെ കർത്താവ് നമുക്ക് പുത്രത്വം തന്നിരിക്കുന്നു. പക്ഷേ മഹത്വം സൗജന്യമായി കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കടക്കണം, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കടക്കണം, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടക്കണം. പക്ഷേ അതിന് വില കൊടുത്ത് മാത്രമേ വാങ്ങാൻ കഴിയൂ. വില കൊടുക്കാതെ മഹത്വം പ്രാപിക്കുവാൻ കഴിയത്തില്ല. വില മുടക്കാതെ തേജസ്സിനെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. വില മുടക്കാതെ വിശുദ്ധിയെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആമേൻ പ്രകാശം സൗജന്യമായി കിട്ടിയതുപോലെ മഹത്വം സൗജന്യമായി കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കേട്ടോ. ആമേൻ. പക്ഷെ കർത്താവിന് ഒരു ആഗ്രഹമുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് മുഴുവൻ പേരുടെ മേലും ദൈവ മഹത്വം ഇറങ്ങണം, മുഴുവൻ പേരുടെ മേലും ദൈവത്തിന്റെ തേജസ് ഇറങ്ങണം, മുഴുവൻ ജനത്തിന് മേലും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങണം. മഹത്വമുള്ള ഒരു സഭയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളോട് കർത്താവ് ദൂത് പറയുന്നുണ്ട്. 7 സഭകളോട്. ഈ 7 സഭകളോട് ദൂത് പറയുന്നതിനെ നാളുകൾക്ക് മുൻപ് ദൈവദാസന്മാർ വ്യാഖ്യാനിച്ചിരുന്ന ഒരു രീതിയുണ്ട്. സഭയുടെ 7 കാലഘട്ടങ്ങൾ, 7 പീരീഡുകളാണ് അത്. സ്തോത്രം. ഒന്നാമത്തെ സഭ 1-ാം നൂറ്റാണ്ടിലെ സഭ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സഭയുടെ അടുത്തടുത്ത ഘട്ടങ്ങൾ വന്ന് ഇപ്പോൾ അന്ത്യകാലത്തുള്ള സഭ എന്ന് പറയുന്നത് സഭയുടെ ലവോദിക്യ പീരീഡ്, ലവോദിക്യ സഭ. സ്തോത്രം. നിങ്ങൾ ആ ലവോദിക്യ സഭയൊന്ന് വായിച്ചു നോക്കണം. വളരെ കഷ്ടം പിടിച്ച ഒരു സഭയാണ് അതല്ലേ? അല്ലേ? ലവോദിക്യ സഭ വളരെ മോശമായ ഒരു സഭയാണ്. ഒന്ന് വായിക്കാമോ സാബുലെ ആ ഭാഗം? ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു.
ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. മതി മതി, നോക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണേ. വായിച്ചു കേട്ടല്ലോ. ഇങ്ങനൊരു സഭയാണോ കർത്താവ് കൊണ്ടുപോകാൻ വരുന്നത്? ദരിദ്രൻ, അരിഷ്ടൻ, നഗ്നൻ, ബുദ്ധികെട്ടവൻ, ശീതോഷ്ണവാൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് ഓക്കാനം വരുന്ന സൈസിലുള്ള ഒരു സഭ. പച്ച മലയാളത്തിൽ ഞാനങ്ങ് പറയുക. കർത്താവ് വായിലോട്ട് ഒഴിക്കുമ്പോൾ ഛർദ്ദിച്ച് കളയാൻ തോന്നുന്ന ഒരു സഭ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് അന്ത്യകാലത്തെ സഭ ഇതാണ്. അപ്പോൾ യേശു കൊണ്ടുവരാൻ വരുന്ന സഭ ഇങ്ങനത്തെ സഭയാ അല്ലേ? അരിഷ്ടനായ ഒരു സഭ, ഗതികെട്ട ഒരു സഭ, നഗ്നനായ ഒരു സഭ, ആരോഗ്യമില്ലാത്ത ഒരു സഭ, വിളറി വെളുത്തിരിക്കുന്ന ഒരു സഭ, ശീതോഷ്ണവാനായി ഒക്കാനം വരുന്ന സൈസ് ഒരു സഭ, മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗുണവും ഇല്ലാത്ത ഒരു സഭ. അതാണ് അന്ത്യകാല സഭ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ സഭ എങ്ങനെയുള്ള സഭയാ? എങ്ങനെയുള്ള സഭയാ? തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സഭ, മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭ, തന്നെത്താൻ ഒരുക്കുന്ന ഒരു മണവാട്ടി. ഓരോ ദിവസവും മണവാളനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, മണവാളന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, തന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പുഷ്ടിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തന്റെ സൗന്ദര്യത്തിനെ വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം മണവാളനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ബലമുള്ള, തേജസ്സുള്ള, ഓജസ്സുള്ള, പുഷ്ടിയുള്ള, മഹത്വമുള്ള ഒരു സഭയാണ് അന്ത്യകാലത്ത് എന്റെ മണവാളൻ ചേർക്കാൻ വരുന്നത്. ദൈവത്തിന്റെ സഭ ജീവനുള്ള സഭയാണ്. ദൈവത്തിന്റെ സഭ ഓജസ്സുള്ള സഭയാണ്. ദൈവത്തിന്റെ സഭ തേജസ്സുള്ള സഭയാണ്. ദൈവത്തിന്റെ സഭ ആരോഗ്യമുള്ള സഭയാണ്. ദൈവത്തിന്റെ സഭ ശക്തിയുള്ള സഭയാണ്. ദൈവത്തിന്റെ സഭ വിശുദ്ധിയുള്ള സഭയാണ്. ദൈവത്തിന്റെ സഭ യോഗ്യതയുള്ള സഭയാണ്. മണവാളനെ എതിരേൽക്കുവാൻ, മണവാളന് വേണ്ടി നിൽക്കുവാൻ, മണവാളന്റെ അടുക്കിലേക്ക് പറന്നു വരുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, തന്നെത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് കർത്താവിന്റെ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ആരോഗ്യമുള്ള സഭയാണ്. ആരോഗ്യമുള്ള ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഇതുപോരാ, അത്ര ആരോഗ്യം തോന്നിയില്ല. ഒന്നുകൂടെ ശക്തിയോടെ പറഞ്ഞേ. ശക്തമായ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ശക്തിയോടുകൂടെ ദൈവത്തെ സ്തുതിച്ചേ. തേജസ്സോടുകൂടെ ദൈവത്തെ സ്തുതിച്ചേ. മഹത്വത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അന്ത്യകാല സഭ മഹത്വമുള്ള സഭയാണ് ദൈവം നോക്കുന്നത്. തേജസ്സുള്ള സഭയാണ് കർത്താവ് നോക്കുന്നത്. യേശു പണിയുന്ന പണി മോശം പണിയല്ല. യേശു ഒരു പണി ചെയ്താൽ ആ പണിയെ തടയുവാൻ ഒരു പിശാചിനും സാധ്യമല്ല. യേശു തന്റെ സഭയെ പണിയുന്നുവെങ്കിൽ, യേശു തന്റെ സഭയെ ഒരുക്കുന്നുവെങ്കിൽ, യേശു തന്റെ സഭയെ അവൻ തേജസ് പകരുന്നുവെങ്കിൽ അത് മഹത്വമുള്ള സഭയായിരിക്കും, അത് തേജസ്സുള്ള സഭയായിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷ സൗജന്യം അല്ലേ? പുത്രത്വം സൗജന്യമാ. പക്ഷേ മഹത്വം സൗജന്യമായി കിട്ടത്തില്ല. ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനിരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം 7-ന്റെ 1-2 കൂടെ വായിച്ചു.
പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. മതി. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ഇവിടെ നമ്മൾ ഈ വായിച്ച വാക്യം 6-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 2 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ ശരിക്കും പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ഭാഗത്ത് ഉള്ള ഒരു കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. തെറ്റിദ്ധരിക്കല്ലേ. 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് അടുത്ത വാക്യം തൊട്ട് വായിക്കാതെ 7-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ചേർത്ത് വായിക്കണം. ഇടയ്ക്കുള്ള വാക്യം അങ്ങ് മാറ്റിവെക്കണം. ഇപ്പോൾ ഇവിടെ വായിച്ച അത്രയും വേദഭാഗം മാറ്റിവെച്ചിട്ട് 6-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് 7-ന്റെ 2 മുതൽ ചേർത്ത് വായിക്കണം. അപ്പോൾ കാര്യം വളരെ ക്ലിയർ ആയിരിക്കും. സ്തോത്രം. കാരണം പൗലോസ് അതുവരെ പറഞ്ഞു വരുന്ന വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറയുന്നത്. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ ചേർത്ത് വായിച്ചാൽ മോളിൽ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷൻ കൃത്യമാണ്. ഇടയ്ക്ക് കിടക്കുന്ന ഇത്രയും ഭാഗത്തെ ഒരു മിസ്സിംഗ് എപ്പിസൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പൗലോസ് എഴുതിയ ഏതോ ഒരു ലേഖനം മിസ്സായി പോയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. അതിൽ നിന്ന് ലഭിച്ച ഒരു ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വായിച്ചു വരുമ്പോൾ അതിന് മുകളിലോ അതിന് ശേഷമോ പറയുന്ന ഒരു കാര്യങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ ആ ഭാഗം വളരെ പ്രസക്തമായ കാര്യമാണ്. ബാക്കിയെല്ലാം മിസ്സായി പോയെങ്കിലും ഞാൻ ചിന്തിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഇത്രയും ഭാഗം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ അറിവിലേക്ക് കൃത്യമായി അവിടെ എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിൽ നിന്ന് വളരെ ശക്തമായ ചില സന്ദേശങ്ങൾ കർത്താവിന് നമ്മോട് സംസാരിക്കുവാനുള്ളത് കൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് അവിടെ എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പത്രങ്ങളിലൊക്കെ എത്ര പരസ്യങ്ങൾ വരും അല്ലേ. എല്ലാ വലിയ വലിയ കമ്പനികളും ഓണമാകുമ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ അങ്ങനെയുള്ള ആഘോഷ സമയങ്ങളൊക്കെ വരും, ഭയങ്കര ഓഫറുകൾ തരും. ഭയങ്കര ഓഫറുകളാണ്. 1000 രൂപയ്ക്ക് വലിയ കാറ് കിട്ടും, 2000 രൂപ കൊടുത്താൽ വീട് നിറയെ സാധനം കിട്ടും. എന്നുകൊണ്ട് ഭയങ്കര വാഗ്ദാനങ്ങളാണ്, ഭയങ്കര ഓഫറുകളാണ്. ഇതെല്ലാം വായിച്ച് നമ്മളങ്ങ് എക്സൈറ്റഡ് ആയിട്ട് താഴോട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഏറ്റവും അടിയിൽ ചെന്നിട്ട് ഒരു ചെറിയ നക്ഷത്രം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കൊച്ചക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും, വ്യവസ്ഥകൾക്ക് വിധേയം, കണ്ടീഷൻ സപ്ലൈഡ്. വെളിപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വാഗ്ദാനമാണ്. എല്ലാം നമുക്ക് കിട്ടാനുള്ള സംഗതികളാണ്. 1000 രൂപ മുടക്കിയ വീട് മുഴുവൻ വീട്ടു സാധനങ്ങൾ കൊണ്ട്, ഇലക്ട്രോണിക്സ് സാധനം കൊണ്ട് നിറയ്ക്കാം. പക്ഷേ നമ്മൾ വിചാരിക്കും ഇതുമായിട്ട് ഇപ്പോൾ 1000 രൂപയായിട്ട് നേരെ അങ്ങോട്ട് ചെന്നാൽ മതി, എൻ്റെ വീട് നിറയെ സാധനം കിട്ടുമെന്ന് വിചാരിച്ചാൽ താഴെ എഴുതിയിരിക്കുന്നു കണ്ടീഷൻ സപ്ലൈഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി വാഗ്ദത്തങ്ങൾ ഇവിടെ ദൈവം എഴുതി വെച്ചിരിക്കുക. ഒരുപാട് വാഗ്ദത്തങ്ങൾ. എന്തൊക്കെയാ വാഗ്ദത്തങ്ങൾ എന്നറിയാമോ? ഞാൻ അവരുടെ ഇടയിൽ നടക്കും, ഞാൻ അവരോട് കൂടെ നടക്കും, ഞാൻ അവരുടെ ഇടയിൽ വസിക്കും, അവർ എനിക്ക് ജനമായിരിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവരെന്റെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കും, ഞാൻ അവർക്ക് പിതാവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ ദൈവമക്കളെ? ആമേൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ സംസാരിച്ചൊരു കാര്യം ഇതാ. പലപ്പോഴും ഈ പഴയ നിയമ ഭക്തന്മാരെയൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ചിലരൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചങ്ങ് താഴ്ത്തിയൊക്കെ സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. മോശ പുള്ളി ആരാ? പുള്ളി എന്ന് പറഞ്ഞാൽ ആരാ? പുള്ളിയേക്കാളും വലിയ പുള്ളിയാ ഞാൻ. ദാവീദോ? അയാളാരാ? എത്ര മോശമായിട്ടാ പറയുന്നതെന്നറിയാം. ഏലിയാവോ? ഏലീശായോ? അവരൊക്കെ എന്നാ? നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ ശരിയാ കേട്ടോ, അതിനകത്ത് ഒരു തെറ്റുമില്ല. ഞാനത് സമ്മതിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, മോശക്കാരനാണെന്ന് നീ പറയുമ്പോൾ അവൻ ചെയ്ത കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറയണം. നീ മോശയെക്കാളും വലിയ പുള്ളിയാണെന്നല്ലേ പറയുന്നത്. എന്നേ നിന്റെ കയ്യിൽ വടിയുണ്ടെങ്കിൽ അങ്ങോട്ടിറങ്ങി അറബിക്കടലിലോട്ട് നീട്ടിയിട്ട് പറ, 2 പിളരാൻ പറ. എനിക്കൊന്ന് കാണണം പിളരുന്നത്. നീ എത്ര കടലിനെ പിളർത്തിയിട്ടുണ്ട്? എത്ര കടലിനെ നമ്മൾ പിളർത്തി? തോട് പോലും മുറിച്ച് കിടക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. വെള്ളം പിടിച്ചാണ് നമ്മൾ പോകുന്നത്. സ്തോത്രം. എന്നാ മോശ അയാളാരാ? അഹങ്കാരം പറയരുത് കേട്ടോ. സ്തോത്രം.
ഹല്ലേലൂയ. 24 ലക്ഷം ജനത്തെ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയവനാ. ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുതം കണ്ടവനാ മോശ. ഓരോ ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേട്ടവനാ മോശ. 40 ദിവസം ഉപവാസത്തോടുകൂടെ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ദൈവവുമായി മുഖാമുഖം സംസാരിച്ചവനാ മോശ. ആ സംസാരിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ജനത്തിന് അവന്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. മുഖത്തൊരു തിരശീല ഇട്ടിട്ട് നീ ഞങ്ങൾ സംസാരിച്ചാൽ മതി. കാരണം എന്താണെന്നറിയാമോ? നിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. തേജസ് അത്രയ്ക്ക് ഭയങ്കരമാ. മോശയെ മോശക്കാരനാക്കണ്ട. നിന്റെ മുഖത്ത് ആർക്കാ നോക്കാൻ പറ്റാത്തത്? ഭയങ്കര വാശിയില്ലേ നമുക്ക്? നമ്മൾ ആരാന്നറിയണ്ടേ? നമ്മളെ നോക്കിയാൽ ആളുകൾ, ഞാൻ പറയുന്നില്ല, പിന്നെ നമ്മുടെ ആരെങ്കിലും മുഖത്ത് നോക്കിയിട്ട് എന്തൊരു തേജസ്, ആ മനുഷ്യന്റെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? പക്ഷെ മോശയുടെ മുഖത്ത് നോക്കിയിട്ട് ജനം പറഞ്ഞു, വേഗം ഒരു ടവലെടുത്ത് മുഖത്തൊക്കെ ഇട്. പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് തേജസ്സാ, അത്രയ്ക്ക് തേജസ്. അത് കഥയല്ല, അത് ആത്മീയ അർത്ഥത്തിലൊന്നുമല്ല, അക്ഷരികമായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മൾ വേണമെങ്കിൽ അതിനെടുത്ത് അങ്ങ് ആത്മീയവൽക്കരിക്കാനുള്ള കാര്യമല്ലത്. അക്ഷരാർത്ഥത്തിൽ അവന്റെ മുഖം സൂര്യനേക്കാളും ശക്തിയോടെ ശോഭിക്കുവാൻ തുടങ്ങി. ജനത്തിന് നോക്കാൻ പറ്റിയില്ല. പറ്റുമോ നിങ്ങൾക്ക് ഇറങ്ങുന്ന സൂര്യനെ നോക്കാൻ? പറ്റത്തില്ലല്ലോ. അതുപോലെ മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ ദിനംതോറും കണ്ടവനാ മോശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതാ വരുന്നു യോശുവ. സൂര്യ നിക്കവിടെ. രാത്രിയായ പറഞ്ഞു, ചന്ദ്ര നീ അവിടെ നിൽക്കും. ഇതിലെത്ര പുള്ളികളുണ്ട് സൂര്യനെയും ചന്ദ്രനെയും നിർത്തിയവര്? യോശുവ വളരെ മോശമാ അല്ലേ? പട്ടണങ്ങളെ വാളിന്റെ വായ്ത്തല കൊണ്ട് കീഴടക്കിയവനാ. സ്തോത്രം. ദൈവജനത്തിന് അവരുടെ അവകാശങ്ങളെ വിഭാഗിച്ചു കൊടുത്തവനാ യോശുവ. സ്തോത്രം. പിന്നെ ദാ വരുന്ന ഏലിയാവ്. പറയണ്ടല്ലോ, എത്രയാ? 850 പ്രവാചകന്മാരെ കൊന്നൊടുക്കിയിട്ട് ആ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറുന്ന ഒറ്റ വാക്കുകൊണ്ട് തീയിറക്കിയവനാ ഏലിയാവ്. മരിച്ചവരെ ഉയർപ്പിച്ചു. അതിന്റെ പിന്നാലെ അതിന്റെ ഇരട്ടി ശക്തിയുമായിട്ട് ദാ വരുന്ന എലീശ. അങ്ങനെ ലിസ്റ്റ് പറയാൻ തുടങ്ങിയാൽ എത്രയോ ലിസ്റ്റുകൾ പറയാനുണ്ട്. എത്രയോ ദൈവത്തിന്റെ സാന്നിധ്യം നിരന്തരം ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ഈ മനുഷ്യരെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ നിരന്തരം അനുഭവിച്ച് മുന്നോട്ട് പോയവരാ. എന്നാൽ ദൈവത്തിന്റെ പൈതലെ, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ അനുഭവിച്ചതുപോലെ, അവർ പ്രാപിച്ചതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം അതിലും വലുതായിട്ട് പ്രാപിക്കുവാൻ, അനുഭവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മളാരും അവരെക്കാളും വലിയ പുള്ളികളായിട്ടല്ല കേട്ടോ. അവർക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ അവസരം ലഭിക്കാഞ്ഞത് കൊണ്ട് അവർ തള്ളപ്പെട്ടു പോയതാ. എന്നാൽ ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് കൃപയാൽ പുത്രത്വം ലഭിച്ചു. നമ്മുടെ മിടുക്കുകൊണ്ടല്ല, മോശയെക്കാളും വലിയ പുള്ളി ആയതുകൊണ്ടല്ല. മോശയൊക്കെ നമ്മളെക്കാളും ശക്തമായി ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതാ. ദൈവത്തെ തൊട്ടറിഞ്ഞവരാ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാ. എന്നാൽ കൃപയാൽ ദൈവം നമുക്ക് സൗജന്യമായി പുത്രത്വം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് സൗജന്യമായി ആ പുത്രത്വം നൽകി. പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കും, ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ ഞാൻ നടക്കും. എത്ര വലിയ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എന്നോടൊപ്പം ദൈവം നടക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവം എന്നിൽ വസിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ നിലനിൽക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇത് തരാമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശബ്ദമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ശക്തിയോടുകൂടെ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് പകലൊരു വാഗ്ദത്തം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യാം. ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം ദൈവം തന്നിട്ടുള്ളതിനായി സ്തോത്രം ചെയ്യാം. നമ്മളെ ദൈവം അവകാശികളാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ശബ്ദമുയർത്തി ഒരു സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവം വാഗ്ദത്തം ചെയ്യുന്നു, ഞാൻ അവരുടെ ഇടയിൽ വസിക്കും. ആമേൻ. ദൈവം നമ്മുടെ ഇടയിൽ വസിക്കും. ദൈവം നമ്മുടെ ഇടയിൽ ചലിക്കും. ദൈവം നമ്മോട് കൂടെ നിൽക്കും. ദൈവം നമുക്ക് ദൈവമായിരിക്കും. ഞാനും നിങ്ങളും അവന്റെ ജനമായിരിക്കും. തീർന്നില്ല. ആമേൻ. ഞാനും നിങ്ങളും അവന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരും. അവൻ നമ്മുടെ പിതാവായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഇതാ വാഗ്ദത്തം. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം ഈ വാഗ്ദത്തം തന്നിട്ട് അടുത്ത പടി പറയുകയാണ്, അവിശ്വാസിയോട് ഇണയില്ലപ്പിണ കൂടരുത്. ആമേൻ, ആമേൻ. ഉറങ്ങുന്നവരെല്ലാം കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. സ്തോത്രം. സിൻസിയറായിട്ട് ദൈവത്തെ സ്തുതിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷെ ഉറങ്ങിയവരാരും കൈയുയർത്തിയില്ല, ഉണർന്നിരുന്നവരാ കൈയുയർത്തിയത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. പക്ഷേ ദൈവം അതിന്റെ നടുവിൽ ഒരു വ്യവസ്ഥ വച്ചിരിക്കുന്നു. നിങ്ങളുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി, ഈ വേദപുസ്തകത്തിൽ എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, പ്രിയ സ്നേഹിതരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തെയും ആത്മാവിനെയും മലിനമാക്കുന്ന എല്ലാറ്റിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ചുരുക്കം. ദൈവമഹത്വം നമ്മിൽ വരണമെങ്കിൽ ഒത്തിരി വളച്ചുകെട്ടിൻ്റെ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ജീവിതം വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ഉണർവെല്ലാം പോയി, സന്തോഷമെല്ലാം പോയി, ഹല്ലേലൂയ എല്ലാം പോയി. ആമേൻ. പ്രിയമുള്ളവരെ, 1-ാം വാക്യത്തിൽ പറയുന്നു, നേളിലെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ചെറുതായിട്ട് എഴുതി വെച്ച് കണ്ടീഷൻ സപ്ലൈഡ് പറയുകയാണ്, പ്രിയ സ്നേഹിതരെ, ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും മലിനമാക്കുന്ന ഈ ലോകത്തിന്റെ മലിനപ്പെടുത്തുന്ന ഒന്നുകൊണ്ടും നമ്മെ അശുദ്ധമാക്കാതെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്റെ പുത്രന്മാരായിരിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്റെ പുത്രിമാരായിരിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്റെ ജനമായിരിക്കും. ചുമ്മാതെ മഹത്വമണ്ഡലത്തിൽ കയറാം എന്നാരും വിചാരിക്കേണ്ട. വെറുതെ മഹത്വമണ്ഡലത്തിലേക്ക് അങ്ങ് കയറാം എന്നാരും വിചാരിക്കേണ്ട. മഹത്വമണ്ഡലത്തിൽ കയറണമോ, വില മുടക്കാതെ സാധ്യമല്ല. വില കൊടുക്കാതെ മഹത്വമണ്ഡലത്തിൽ കടക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒരു കാര്യം കൂടെ പൗലോസ് രേഖപ്പെടുത്തുന്നു, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ എന്താണെന്നാ പറഞ്ഞേ? ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അത് കഴിഞ്ഞിട്ടാ പറയുന്നത്, ഞാൻ അവരിൽ വസിക്കും. ദൈവം എവിടെയാ വസിക്കുന്നത്? ദൈവം വസിക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്താ പറയുന്നത്? ദൈവം വസിക്കുന്ന സ്ഥലത്തെ എന്താ പറയുന്നത്? എന്താ മറന്നുപോയോ എല്ലാവരും? ഉറക്കെ പറഞ്ഞേ, ഒന്നുറക്കെ പറഞ്ഞേ. എന്താലയം? ദൈവാലയം. പ്രൈസ് ദി ലോർഡ്. ദൈവം വസിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന ദൈവാലയം എന്നാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ തിരുവചനം പറയുന്നു, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മിൽ വസിക്കുന്നു, ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം എന്ന് പറഞ്ഞാൽ മഹത്വമാണ്. ആമേൻ, ഹല്ലേലൂയ. മഹത്വമായ ദൈവം എന്റെ അകത്തു വസിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, ഞാൻ ദൈവത്തിന്റെ പള്ളിയാണ്, ഞാൻ ദൈവത്തിന്റെ അമ്പലമാണ്. ദൈവം എന്റെ അകത്താണ് വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വസിക്കുന്ന ആ അനുഭവത്തെയാണ് മഹത്വമണ്ഡലത്തിലേക്ക് നമ്മൾ കയറുക എന്ന് പറയുന്നത്. അത് വില കൊടുക്കാതെ സാധ്യമല്ല. സ്തോത്രം. ദൈവം നമ്മുടെ കൂടെ നടക്കും, ദൈവം നമ്മുടെ കൂടെ നടക്കും, ദൈവം നമ്മുടെ അരികിലൊക്കെ നിൽക്കും. പക്ഷെ ദൈവം നമ്മുടെ അകത്ത് കയറണം. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ അകത്ത് കയറണം. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി മാനദണ്ഡങ്ങൾ വെക്കും, അല്ലേ? നമ്മൾ ഈ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ഇതിനകത്ത് നമുക്ക് ഒത്തിരി അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. പോട്ടെ, ഒരു കൂട്ടം ആളുകൾ വിശുദ്ധിക്കായിട്ട് മാനദണ്ഡം വെച്ചിരിക്കുന്നത് മീശ പിടിക്കുന്നതാണ്, വെള്ള ഉടുപ്പ് ധരിക്കുന്നതാണ്, ആഭരണം ഊരുന്നതാണ്. ഇതൊക്കെയാണ് വിശുദ്ധിയുടെ മാനദണ്ഡമായിട്ട് ചിലർ വെച്ചിരിക്കുന്നത്. ആരോ ചിലരുടെ പറഞ്ഞെന്ന് കേട്ടു, ഈ സ്റ്റാവ്റോസിൻ്റെ സ്റ്റേജിലൊക്കെ എന്താ എല്ലാവരും കറുപ്പ് നോക്കിയിട്ടുണ്ട് കയറുന്നു, ഒരു വിശുദ്ധിയും ഇല്ല, ഒരു വേർപാടുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ ധാരണ ഇതൊക്കെയാണ്. നമ്മൾ വെക്കുന്ന അളവുകോൽ ഇതൊക്കെയാണ്. കറുത്ത ഉടുപ്പിടുന്നത്, കളറുള്ള സാരി ധരിക്കുന്നത്, കളറുള്ള ഉടുപ്പിടുന്നത്, മീശയൊക്കെ വെക്കുന്നത്, എന്തെങ്കിലും ഒരു കമ്മലോ മാലയോ ഒക്കെ ഇടുന്നത്, ഇതൊക്കെയാണ് അശുദ്ധിയായിട്ട് നമ്മൾ കാണുന്നത്. സ്തോത്രം. അയ്യോ, സ്തോത്രം എല്ലാം പോയി. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഒരു മാനദണ്ഡമാണ്.
മനുഷ്യനിങ്ങനെ ഒത്തിരി മാനദണ്ഡങ്ങൾ വെക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിശുദ്ധി നമ്മുടെ മാനദണ്ഡത്തിനനുസരിച്ചല്ല. ആമേൻ, ആമേൻ. വിശുദ്ധിയുടെ അളവുകോൽ ഞാനല്ല വെക്കേണ്ടത്. വിശുദ്ധിയുടെ അളവുകോൽ നിങ്ങൾ ആരുമല്ല വെക്കേണ്ടത്. വിശുദ്ധിയുടെ അളവുകോൽ വെക്കുന്ന ദൈവമാണ്. ആമേൻ. വിശുദ്ധിയുടെ മാനദണ്ഡം വെക്കുന്നത് ഞാനും നിങ്ങളുമല്ല. എന്റെയും നിങ്ങളുടെയും അളവുകോൽ അനുസരിച്ച് വെച്ചാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കും. ഇതാണ് വിശുദ്ധി, ഇങ്ങനെയാണ് വിശുദ്ധി, അങ്ങനെയാണ് വിശുദ്ധി. പക്ഷെ ദൈവം ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ദൈവം വിശുദ്ധിക്ക് ഒരു അളവുകോൽ വെച്ചിട്ടുണ്ട്. ആ അളവുകോൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമോ? അറിയാവുന്നവർ പറഞ്ഞേ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിശുദ്ധിക്ക് ദൈവം വെച്ചിരിക്കുന്ന അളവുകോൽ അറിയാമോ ആർക്കെങ്കിലും? 100 മാർക്ക് തരും പറയുന്നവർക്ക്. പറ, പറ. കറക്റ്റ്, 100 മാർക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്താ മാനദണ്ഡം വെച്ചിരിക്കുന്നത് അറിയോ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ആമേൻ, ആമേൻ, ആമേൻ. സെന്റർ പാസ്റ്റർ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നല്ല ആമേൻ ദൈവം പറഞ്ഞിരിക്കുന്നത്. മോശ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്നല്ല ആമേൻ ദൈവം പറഞ്ഞത്. ദാവീദ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്നല്ല പറഞ്ഞത്. ദൈവം പറഞ്ഞ ഇതാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവം വെക്കുന്ന മാനദണ്ഡം എന്തൊക്കെയാണ്? സ്തോത്രം. പോട്ടെ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ കുറെ കാര്യങ്ങൾ കർത്താവ് ലിസ്റ്റ് പറയുന്നുണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ബോധ്യത്തിന് വേണ്ടി, നിങ്ങളുടെ അറിവിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണല്ലേ? ആമേൻ. ആണോ? വിശുദ്ധന്മാരാണോ? ആണെങ്കിലൊന്ന് കരമുയർത്തിയേ. വിശുദ്ധന്മാരും വിശുദ്ധമതികളും കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. തീർച്ചയായും നമ്മൾ വിശുദ്ധന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ എങ്ങനെയാ വിശുദ്ധന്മാരാകുന്നത്? പണ്ട് വിശുദ്ധന്മാരായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ കൂട്ടിനകത്തിരിക്കുന്നതൊന്നുമല്ല വിശുദ്ധന്മാർ. ആമേൻ. വടിയും പിടിച്ചിരിക്കുന്നതും കുന്തം പിടിച്ചിരിക്കുന്നതും, ഹല്ലേലൂയ, തലയ്ക്ക് ചുറ്റും വട്ടമൊക്കെ ചുറ്റിയിരിക്കുന്നവരൊന്നുമല്ല വിശുദ്ധന്മാർ. നമ്മളാണ് വിശുദ്ധന്മാർ. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ വിശുദ്ധന്മാരായത്? നമ്മൾ എങ്ങനെയാ വിശുദ്ധന്മാരായത് ഒന്ന് പറയാവോ? വേഗത്തിൽ പറഞ്ഞു തന്നേ, ഇത്ര സമയം കളയരുത്. കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധന്മാരായി. പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? എങ്ങനെയാണ് നമ്മൾ വിശുദ്ധന്മാരായത്? ക്രൂശിലെ മരണത്താൽ വിശുദ്ധന്മാരായി. പിന്നെ വേറെ വല്ലതും ഉണ്ടോ? പോട്ടെ, നിങ്ങൾക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ പറയാൻ കാണും. എന്നാൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ഞാനും നിങ്ങൾ വിശുദ്ധരായത് എങ്ങനെയാ? സ്തോത്രം. ദൈവം വച്ചിരിക്കുന്ന മാനദണ്ഡം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ ആണല്ലോ അല്ലേ? ആണോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ വിശുദ്ധനായി തീർന്നത് വിശുദ്ധിയുടെ ഉറവിടമായ ദൈവത്തിൽ നിന്നും ദൈവം എനിക്ക് പകർന്നു തന്ന വിശുദ്ധിയാണ് എൻ്റെ മേലുള്ളത്. ഹല്ലേലൂയ. ഞാൻ സ്വയം വിശുദ്ധനായി തീരുകയല്ല. എന്നിൽ വിശുദ്ധി ഒന്നും കിടപ്പമില്ല. എന്നിലുള്ളത് വെറും അശുദ്ധി മാത്രമാണ്. ഇവിടെ പല പുള്ളികളും വിചാരിക്കുന്നവരെല്ലാം വിശുദ്ധന്മാരാന്നാ. സ്തോത്രം. അപ്പച്ചൻ ഇങ്ങനെ എന്നിട്ട് വലിയ വിശുദ്ധനാന്നോ? അപ്പച്ച, നിന്റെ അകത്ത് ഒരു വിശുദ്ധിയില്ല. ആമേൻ. നിനക്ക് സ്വയമായി നിന്റെ അകത്തൊരു വിശുദ്ധിയുമില്ല. ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെയും അകത്ത് അവന്റെ സ്വന്തമായിട്ട് ഒരു വിശുദ്ധിയുമില്ല. നിന്റെ അകത്തുള്ളത് മുഴുവൻ അശുദ്ധിയാ. അശുദ്ധി മാത്രമാ. നീ ഒരു അശുദ്ധനാ. നീ പാപിയായിരുന്നപ്പോൾ നിന്നെ വിളിച്ചത് നീ കുഷ്ഠരോഗിയാന്നാ. കുഷ്ഠരോഗി അശുദ്ധനാ. എവിടുന്നാ നിനക്ക് ശുദ്ധി കിട്ടിയത്? നീ എങ്ങനെ അശുദ്ധനായി തീർന്നത്? നിനക്ക് എവിടുന്നാ വിശുദ്ധി കിട്ടുന്നത്? എൻ്റെ അകത്തില്ലാത്ത വിശുദ്ധി എനിക്ക് എവിടെ നിന്ന് കിട്ടും? എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് വിശുദ്ധനാകാൻ പറ്റുമോ? ഞാൻ മീശ പഠിച്ചാൽ ഞാൻ വിശുദ്ധനാകുമോ? ഞാൻ വെള്ളയിട്ടാൽ വിശുദ്ധനാകുമോ? ആമേൻ. മുഖം വീർപ്പിച്ചു നടന്നാൽ വിശുദ്ധനാകുമോ? ആളുകളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ വിശുദ്ധനാകുമോ? ആമേൻ. ആത്മീയത്തിന്റെ പ്രകടനങ്ങൾ കാണിച്ചാൽ വിശുദ്ധനാകുമോ? ഇല്ല കേട്ടോ. അങ്ങനൊന്നും വിശുദ്ധി എൻ്റെ അകത്ത് നിന്ന് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അകത്ത് വിശുദ്ധി ഇല്ല. പക്ഷേ
വിശുദ്ധനായവന്റെ മുഖത്തേക്ക് നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലൊരു പുള്ളിയെ കാണാം, ഭയങ്കര വിശുദ്ധിയുടെ പ്രസംഗമൊക്കെ പ്രസംഗിച്ച് നടന്ന ഒരു പുള്ളി. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനെ എന്തോ ഒരു വിശുദ്ധിയാ പ്രസംഗിച്ച് നടന്നതെന്നറിയാമോ? ഈ ജനമെല്ലാം അശുദ്ധ ജാതി, നികൃഷ്ടജാതി, അശുദ്ധി, അശുദ്ധി, മൊത്തം അശുദ്ധി. ഇവന്റെ തല മുതൽ പാദം വരെ പഴുത്ത് വീർത്ത് ചീഞ്ഞ് നാറിയിരിക്കുക. എന്തൊരശുദ്ധി, എന്തൊരശുദ്ധി. ഞാൻ ഈ അശുദ്ധിയുള്ള ജനത്തിന്റെ, അകൃത്യമുള്ള ജനത്തിന്റെ നടുവിലാണ് ഞാൻ വസിക്കുന്നത്. ഭയങ്കര വിശുദ്ധനാ പുള്ളി. സ്വന്തമായിട്ട് അങ്ങ് വിശുദ്ധി പറയുക. എന്തൊരശുദ്ധി, മൊത്തം അശുദ്ധിയാ. തല മുതൽ പാദം വരെ പഴുത്ത് നാറിയിരിക്കുക. ഒരു ട്രീറ്റ്മെന്റ് കൊണ്ടുമാര് ശരിയാകത്തില്ല. വെട്ടുന്ന കീറുന്ന ദൂതാ പുള്ളി പറയുന്നത്. പക്ഷെ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദർശനം അവൻ കണ്ടു. ആമേൻ. ഒരു ദർശനം അവൻ കണ്ടു. ആരെയാ കണ്ടതെന്നറിയാമോ? ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ അവൻ കണ്ടു. അവൻ ദൈവത്തെ കണ്ടു. അവിടെ അവനൊരു ശബ്ദം കേട്ടോ. ഇന്ന് പകൽക്കാലം ആ ശബ്ദം ഞാൻ നിങ്ങളും കേട്ടാൽ കൊള്ളാം. അവിടെ കോടി കോടി ദൂതന്മാര്, കോടി കോടി സറാഫുകൾ, ആമേൻ, ദൈവമുഖത്തേക്കൊന്ന് നോക്കുവാൻ പോലും കഴിയാതെ മുഖം മറച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആമേൻ. മനസ്സിലായോ? മനസ്സിലായോ? അവനാ പരിശുദ്ധൻ, അവനാണ് വിശുദ്ധൻ, അവനാണ് പരിശുദ്ധൻ. അവനിലേ വിശുദ്ധിയുള്ളൂ. ഈ കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഈ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ നെടുമ്പാട് വീണിട്ട് പറയുകയാണ്, അയ്യോ ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ, ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ. ഞാൻ ഇതുവരെയും വിചാരിച്ചു ഞാൻ ശുദ്ധനാണെന്ന്. ഇപ്പോഴെനിക്ക് ബോധ്യമായി എൻ്റെ ഉള്ളിൽ ശുദ്ധിയൊന്നുമില്ല. ഈ ജനത്തിന് ശുദ്ധിയില്ല, ഞാനും ശുദ്ധിയില്ലാത്തവനാണ്. കർത്താവേ, നിന്റെ വിശുദ്ധി എൻ്റെ മേലൊന്ന് പകരണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ തീ എന്തിനെയാ കാണിക്കുന്നത്? തീ എന്തിനെയാ കാണിക്കുന്നത്? സ്തോത്രം. എന്തിനാ തീ കാണിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നു. ഒന്ന്. രണ്ടാമതായിട്ട് എന്താ തീ കാണിക്കുന്നത്? ശുദ്ധീകരിക്കുന്നതായി കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അത് ദൈവശക്തിയാണ്. 2, ആ തീ എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്നതാണ്. സ്തോത്രം. ഈ വിശുദ്ധൻ കളിച്ച് നടന്ന, വിശുദ്ധൻ ചമഞ്ഞിരുന്ന, ആമേൻ, യെശയ്യാവിന്റെ മേലേക്ക് അവന്റെ അശുദ്ധി അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സർവശക്തിയുള്ള കർത്താവ് മാത്രമാണ് പരിശുദ്ധനെന്ന് അവൻ, ആമേൻ, ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ദൂതൻ സ്വർഗത്തിലെ ആ യാഗപീഠത്തിൽ നിന്ന്, ആമേൻ, ഒരു കനലെടുത്തുകൊണ്ട്, കൊടിൽ കൊണ്ട് ഒരു കനലെടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ അധരത്തിന്റെ മേൽ തൊട്ടു. ആമേൻ. അത് തൊട്ടത് കൊണ്ട് അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു. മനസ്സിലായോ ദൈവമക്കളെ? നീ വിശുദ്ധനായി തീരുവാനുള്ള മാനദണ്ഡം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ സ്പർശനം നിന്റെ മേൽ വരണം. സ്വയം മിടുക്കനാകാൻ ശ്രമിക്കണ്ട. സ്വയം മാനദണ്ഡങ്ങൾ വെച്ച്, സഭ വെച്ച പാരമ്പര്യങ്ങൾ, അപ്പച്ചന്മാർ പറഞ്ഞ നിയമങ്ങൾ, നല്ലതൊക്കെ അനുസരിക്കാൻ കൊള്ളാമെന്നൊക്കെ അനുസരിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിശുദ്ധിക്കുള്ള മാനദണ്ഡം എന്താണെന്നറിയാമോ? നിനക്കൊരു ദൈവിക സ്പർശനം വേണം. നിന്റെ ജീവിതത്തിൽ ഒരു ദൈവിക സ്പർശനം വേണം. ആമേൻ. വിശുദ്ധനായ, പരിശുദ്ധനായ, സർവശക്തനായ ദൈവം വ്യക്തിപരമായി നിന്നെ തൊടുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിശുദ്ധി വരും. അവന്റെ വിശുദ്ധി നിന്നിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ വിശുദ്ധനല്ല, എനിക്ക് യോഗ്യതയില്ല, ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്. എന്നാൽ സർവശക്തന്റെ കരം എപ്പോഴെന്നെ തൊട്ടോ അന്ന് അവന്റെ വിശുദ്ധി എന്നിലേക്ക് പകരപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മുമ്പിൽ പറ, കർത്താവേ, നിന്റെ വിശുദ്ധി എന്നിലേക്ക് പകരണമേ, നിന്റെ വിശുദ്ധി എന്നിലേക്ക് പകരണമേ, നിന്റെ വിശുദ്ധി എന്നിലേക്ക് പകരണമേ. ആമേൻ. സ്വയം വിശുദ്ധനാകാൻ, ആമേൻ, തത്രപ്പാടുപെടണ്ട. സ്വയം വിശുദ്ധനായിട്ട് കഠിനാധ്വാനം ചെയ്യണ്ട. നിന്റെ അധ്വാനം കൊണ്ട് നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധ്യമല്ല. നിന്റെ അധ്വാനം കൊണ്ട് നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ, നിന്റെ ഒരു സ്പർശനം എനിക്ക് വേണം, നിന്റെ സ്പർശനം എനിക്ക് വേണം. നിന്റെ മഹത്വം എന്നിലേക്ക് വന്നിറങ്ങണം, നിന്റെ തേജസ്സിലേക്ക് വന്നിറങ്ങണം. തേജസ് നമ്മിലേക്ക് വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശോഭിക്കുവാൻ തുടങ്ങും. ആമേൻ. നമ്മൾ ആ തേജസ് വെളിപ്പെടുവാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതത്രേ ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡം. ആമേൻ. അതിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വർദ്ധിക്കുവാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ.
ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് പുത്രത്വം തന്നു. ആമേൻ. പക്ഷേ നമ്മൾ പുത്രന്മാരാണെങ്കിലും ഒരു ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ അടിമയേക്കാൾ ഒട്ടും യോഗ്യതയുള്ളവരല്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് സൗജന്യമായി പുത്രത്വം തന്നു. പക്ഷേ ആ പുത്രത്വത്തിൻ്റെ അവകാശം അത് കൈവശമാക്കുവാൻ ആ പുത്രത്വത്തിൽ വളരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്കൊരു സംശയവുമില്ല, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പുത്രന്മാരും പുത്രിമാരുമാണ്. അതിനൊരു സംശയവുമില്ല ദൈവമക്കളെ. പക്ഷേ ഇന്നും നീ പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും ശിശുവായിരിക്കുന്നുവെങ്കിൽ, അടുത്ത പടിയിലേക്ക് കടക്കുന്നില്ലെങ്കിൽ, വളർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ, ദാസനേക്കാളും ഒട്ടും ശ്രേഷ്ഠതയുള്ളവനല്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുത്രത്വത്തിൽ വളരുവാൻ നമ്മൾ തയ്യാറാകണം. പുത്രത്വത്തിൽ വർദ്ധിച്ചു വരുവാൻ തയ്യാറാകണം. അടുത്ത അളവുകളിലേക്ക് ആമേൻ ഉയർന്നു വരുവാൻ തയ്യാറാകണം. അപ്പോൾ ആമേൻ കർത്താവിന്റെ തേജസ്സിന്റെ സുവിശേഷം നമ്മിൽ പ്രകാശിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. ഈ സുവിശേഷം വെറും പ്രകാശമല്ല, ഈ ക്രിസ്തുവിന്റെ സുവിശേഷം തേജസ്സുള്ള സുവിശേഷമാണ്. ഇത് തേജസ്സിന്റെ പ്രകാശം, തേജസ്സിന്റെ സുവിശേഷമാണ്. ഈ തേജസ്സിന്റെ സുവിശേഷം നമ്മിലേക്ക് പ്രകാശമായി അടിക്കുമ്പോൾ, ആ തേജസ് നമ്മിലേക്ക് വന്ന് നിറയുമ്പോൾ നമ്മൾ തേജസ്സുള്ള സഭയായി മാറുന്നു. നമ്മുടെ മുഖം പ്രകാശിക്കുവാൻ തുടങ്ങുന്നു. നമ്മുടെ മുഖം മഹത്വത്താൽ നിറയുന്നു. നമ്മുടെ മുഖം ശോഭയുള്ളതായി തീരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നാം പലപ്പോഴും നിരന്തരമായി പറയുന്ന ഒരു കാര്യം, കർത്താവേ ഒരു ഉണർവിനെ അയക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉണർവയക്കണമേ കർത്താവേ, ഉണർവയക്കണമേ കർത്താവേ, ഉണർവയക്കണമേ കർത്താവേ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കർത്താവേ ഉണർവയക്കണമേ എന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട്, കർത്താവേ ഞങ്ങളിലേക്ക് മഹത്വം അയക്കണമേ. ആമേൻ. ഞങ്ങളിലേക്ക് മഹത്വം അയക്കണമേ, ഞങ്ങളിലേക്ക് മഹത്വം അയക്കണമേ കർത്താവേ. കാരണം എന്താണെന്നറിയാമോ? എന്നിലും നിങ്ങളിലും മഹത്വമുണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഈ മഹത്വം വന്നിറങ്ങിയാൽ, ഈ മഹത്വം വർദ്ധിക്കുവാൻ തുടങ്ങിയാൽ, ആമേൻ, ഞാനും നിങ്ങളും ഒന്നും ചെയ്യേണ്ട ശക്തമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ പട്ടണത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങും. ആമേൻ. ദൈവത്തിന്റെ തേജസ് നമ്മിൽ വന്ന് നിറഞ്ഞാൽ, ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വന്ന് നിറഞ്ഞാൽ, ആമേൻ, ഈ പട്ടണത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങും. മഹത്വം കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടത്തെ, മഹത്വം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടത്തെ, തേജസ്സിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ പ്രിയമുള്ളവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് പകൽ കർത്താവിന്റെ അരികിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നിധിയിൽ അടച്ച്, കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി ചില നിമിഷങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇന്ന് പകൽ കർത്താവെ, ഞങ്ങൾക്ക് പുത്രത്വം നീ നൽകിയതിനായി സ്തോത്രം. നീ ഞങ്ങൾക്ക് പുത്രത്വം തന്നതിനായി സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളുടെ മേൽ പ്രകാശം ചൊരിഞ്ഞതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിലുപരിയായി അടുത്തൊരു മണ്ഡലത്തിലേക്ക്, അടുത്തൊരു പടിയിലേക്ക് ഈ പകൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ പകരണം, നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ പകരണം, നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരണം. ഓ ഹല്ലേലൂയ. എത്ര പേരൊന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ വിശുദ്ധിയുടെ അളവ് വർദ്ധിക്കുവാൻ, നമ്മുടെ വിശുദ്ധിയുടെ മണ്ഡലങ്ങൾ വർദ്ധിക്കുവാൻ, വിശുദ്ധിയുടെ ആമേൻ സ്തോത്രം അതിരുകൾ വർദ്ധിക്കുവാൻ ഈ പകൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മെ തൊടുന്ന പകലാണ്. കർത്താവിന്റെ കരം നമ്മെ തൊടുന്ന പകലാണ്. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പകലാണ്. ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ദിവസമാണ്. ദൈവത്തിന്റെ തേജസ് ദൈവം നമ്മുടെ മേൽ പകരുന്ന ദിവസമാണ്. ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടുകൂടെ, ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടെ, കർത്താവേ, നിന്റെ മഹത്വം എന്നിലേക്ക് വരണമേ, നിന്റെ മഹത്വം എന്നിലേക്ക് വരണമേ, നിന്റെ മഹത്വം എന്റെ മേൽ പകരണമേ, നിന്റെ തേജസ് എന്നിൽ വന്ന് നിറയണമേ കർത്താവേ. ഒരു മഹത്വ മണ്ഡലത്തിലേക്ക്, ഒരു തേജസ്സിന്റെ മണ്ഡലത്തിലേക്ക് ഇന്ന് പകൽക്കാലം കർത്താവേ അങ്ങനെ കരം പിടിച്ച് നടത്തണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. മൗനമായിട്ടല്ല, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കമോൺ, എല്ലാവരും 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 ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.
എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ ആരാധിക്കുവാൻ, ചില നിമിഷങ്ങൾ സ്തുതിക്കുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ പോരാ പോരാ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഓ, നമ്മുടെ മേൽ പ്രകാശം പകർന്ന ദൈവം ഈ പ്രകാശം കൊണ്ട് നിൽക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും ഒരു മഹത്വ മണ്ഡലത്തിലേക്ക് കടക്കണം. മഹത്വം നമ്മുടെ മേൽ പകരപ്പെടണം. ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ പകരപ്പെടണം. ഇന്ന് പകൽ ആ തേജസ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ തേജസ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ തേജസ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ ഇന്ന് പകൽക്കാലം ആ ഒരു അളവിലേക്ക് മഹത്വത്തിന്റെ അളവിലേക്ക്, തേജസ്സിന്റെ അളവിലേക്ക് ഇന്ന് പകൽക്കാലം മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കമോൺ, ശക്തിയോടുകൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തമായ ചില നിമിഷങ്ങൾ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.